കൊടുക്കാം. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. قال الله سبحانه وتعالى في القرآن المجيد: إن الذين آمنوا وعملوا الصالحات سنجعل لهم الرحمن ودا. قال سيدنا محمد صلى الله عليه وسلم: اذكروا محاسن موتاكم. ഇവിടെ പ്രാർത്ഥനയ്ക്കും മൗലൂദ് പാരായണത്തിനും നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദ്, ഞാൻ സ്വന്തം സഹോദരനെ പോലെ കാണുന്ന നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഷാഫി മാസ്റ്റർ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഈ മഹലിനും ബഹുമാനപ്പെട്ട സമസ്തക്കും SKSSF-നും പോഷക സംഘടനകൾക്കും നേതൃത്വം നൽകുന്ന കാരണവന്മാരെ, യുവാക്കളെ, ഈ 2 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരുമായ സഹോദരിമാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠത്തിമാരെ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവനിഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കെല്ലാം റബ്ബ് തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ നഈമിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആലത്തിയൂരുമായിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബന്ധമാണ്. കാരത്തൂരിൽ മുദരിസായ സമയം മുതൽ, അതിനു മുമ്പ് തന്നെ, കാരത്തൂർ മുദരിസാകുന്നതിന് മുമ്പ് തന്നെ ഈ നാടുമായിട്ട് വലിയ ബന്ധമാണ്. ഈ മേഖലയിൽ SKSSF ശക്തമാണ്, സുഭദ്രമാണ്. സംഘടനാപരമായി പല കാര്യങ്ങൾക്ക് വേണ്ടിയും കാരത്തൂരിൽ നിൽക്കുന്ന സമയത്ത് പലതവണ വഴുതിന് വന്നിട്ട് ഈ മദ്രസയിൽ വെച്ച് തന്നെ നിങ്ങളിൽ ഒരാളായിട്ട് കഴിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് ഈ നാടിനെ ബന്ധപ്പെടുത്തിയ കണ്ണികളായിരുന്നു KV ഉസ്താദ് ആനക്കര. അദ്ദേഹം ഈ നാടുമായി വലിയ ബന്ധമായിരുന്നു. മഹാന്മാരായ ശംസുൽ ഉലമ തങ്ങളിൽ നിന്നും, കോട്ടുമല ഉസ്താദിൽ നിന്നും, KK ഹസ്രത്ത് ഉസ്താദിൽ നിന്നും, KC ജമാലുദ്ദീൻ ഉസ്താദിൽ നിന്നുമൊക്കെ ഇൽമ് പഠിച്ച് പ്രബോധനം നടത്തിയ നല്ലൊരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട KV അബൂബക്കർ ഉസ്താദ് ആനക്കര. ഹജ്ജ് സംഘത്തെ വളരെ ഭംഗിയായ നിലയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു. വിവാഹം കഴിച്ച് മക്കളുണ്ടായിട്ട് കോളേജിൽ പോയി പഠിച്ച് ബിരുദം നേടി പതിറ്റാണ്ടുകളോളം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ആ മഹാൻ ഇന്ന് നമ്മോടൊപ്പമില്ല. റബ്ബ് തആല പുറത്തു കൊടുക്കട്ടെ. അതുപോലെ ഇവിടെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ മുഅദ്ദിനായിരുന്ന ബാബ ഹാജി ഇന്ന് നമ്മോടൊപ്പമില്ല. റബ്ബ് തആല പുറത്തു കൊടുക്കട്ടെ. PK മുഹമ്മദ് ഹാജിയും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ അബുട്ടി ഹാജി ചമ്രവട്ടം, ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മഹല്ലിൽ നിന്നും മരണപ്പെട്ടു പോയ പരിസര മഹല്ലുകളിൽ കിടക്കുന്ന തൃപ്രങ്കോടുള്ള ബഷീർ ഹാജി, ബഷീർ അടക്കമുള്ള
എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. പഠിച്ചവനെ ഫാത്തിഹയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ മുതവല്ലിയായിരുന്ന KK ഹൈദർ ഹാജി ഷാഫി സാഹിബിൻ്റെ ഉപ്പയടക്കമുള്ള ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഈ നാട്ടിലും പരിസര മഹല്ലുകളിലുമൊക്കെ മൺമറഞ്ഞു കിടക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മനോഹരമായ മദ്രസയും പള്ളികളുമൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തി ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരുടെ ദാനധർമ്മങ്ങൾ ജാരിയായ സദഖകളിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരോടൊപ്പം ഞങ്ങളെ ജന്നാത്തുൽ നഈമിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇവിടെ പായസവും മറ്റു സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയ എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അനുസ്മരണങ്ങൾ എപ്പോഴും ഉണ്ടാകണം. അനുസ്മരണങ്ങൾ നടക്കണം. വിശുദ്ധ ഖുർആൻ അനുസ്മരണമാണ്. ആരൊക്കെ അനുസ്മരിക്കണം, എന്തെല്ലാം അനുസ്മരണം നടത്തണം എന്ന് ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. ഒന്ന്, പ്രവാചക കഥകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. കഥകൾ പറയും. അതിന് അല്ലാഹു തആല ചെയ്ത പണി എന്താണ്? ചില സൂറത്തുകൾക്ക് പേരിട്ടു. പ്രവാചകന്മാരുടെ പേരിട്ടത്. പേര് വെറും സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് നൂഹ്. അപ്പോൾ നൂഹ് നബിൻ്റെ കപ്പൽ, വിശ്വാസമില്ലാത്ത ആളുകൾ മുങ്ങി മരിച്ചത്. അഹ്ലു ബൈത്തിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹ്ലു ബൈത്തി കസഫീനതി നൂഹ്, എൻ്റെ അഹ്ലു ബൈത്ത് അത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാകുന്നു. അതിൽ കയറിയവൻ വിജയിച്ചു, കയറാത്തവൻ പരാജയപ്പെട്ടു. അതാ ഒരു അധ്യായത്തിൻ്റെ പേര് നൂഹ്. അപ്പോൾ നൂഹ് നബിയെ പറയുമ്പോൾ അഹ്ലു ബൈത്തിനെ നമുക്ക് ഓർമ്മ വരണം. നാം ചർച്ച ചെയ്യുന്ന ബഹുമാനപ്പെട്ട അഷൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു ബൈത്തിലെ 18ാമത്തെ പേരക്കുട്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഉമ്മ വഴിക്കും പരമ്പര, ഉപ്പ വഴിക്കും പരമ്പര, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നു. അപ്പോൾ നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജയിലിൽ കടന്നിട്ടുണ്ട്, പിന്നെ അധികാരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ കഥ, അപ്പോൾ അതിൽ ജ്യേഷ്ഠഞ്ചന്മാരൊക്കെ തമ്മിൽ താല്ലാതെ ഒന്നിച്ച് സന്തോഷത്തോടുകൂടെ കഴിയണം എന്നുള്ള ഒരു സംഗതി. സൂറത്ത് ഹൂദ്, ഇങ്ങനെ പ്രവാചകന്മാരുടെ പേര്. അപ്പോൾ അനുസ്മരണങ്ങൾ നടത്തണം, ഉണ്ടാകണം. പ്രവാചകന്മാരെ കുറിച്ച് മാത്രമല്ല, ഔലിയാക്കളെ കുറിച്ചും എന്ത് വേണം? ഓർമ്മിക്കണം. സൂറത്തുൽ ഖസസ് ഒരുപാട് കഥകൾക്കായിട്ട് തന്നെ പ്രത്യേകമായി കഥകൾ തന്നെ. ഖിസ്സ എന്ന കഥ സൂറത്തുൽ ഖസസ്. മറിയം ബീവി, സൂറത്തുൽ മറിയം ബീവി നബിയല്ലല്ലോ, പക്ഷേ വലിയത്തുല്ലാഹിയാണ്. അപ്പോൾ അവരുടെ പേരിൽ ഒരു അധ്യായം. സൂറത്തുൽ ലുഖ്മാൻ മക്കൾക്ക് നൽകേണ്ട ഉപദേശം കൃത്യമായി അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും പ്രസക്തമാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങൾ അത് ഇന്നുണ്ടാകണം. അന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തു വേണം? ഇപ്പോഴും നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കണം. കഥകൾ അങ്ങനെയാണ്. സൂറത്തുൽ ലുഖ്മാൻ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു വലിയ കഥ. ഇത് മാത്രം മതിയോ? ചരിത്ര സംഭവങ്ങൾ അതും അനുസ്മരിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് അൽ ഇസ്റാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഞ്ചാരം.
ആ സഞ്ചാരത്തെക്കുറിച്ച് ഒരൊറ്റ ആയത്തിലൂടെ ഇസ്രാ മിഅ്റാജ് അത് വിശദീകരിക്കാൻ ഒരു അധ്യായം. ബദർ യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരണം. സൂറത്ത് ആൽ ഇംറാനിൽ ഒരുപാട് ആയത്തുകൾ ബദറിനെ കുറിച്ച്. വലഖദ് നസറകുമുല്ലാഹു ബിബദർ, ബദറിൽ നിങ്ങളെ അല്ലാഹു തആല തീർച്ചയായിട്ടും സഹായിച്ചിരിക്കുന്നു. അവരെ അനുസ്മരണം. ഒരു സൂറത്തിന് തന്നെ പേര് സൂറത്തുൽ അൻഫാൽ. ബദർ യുദ്ധത്തിൽ അവർക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പണിയെടുത്ത സമ്മാനം കിട്ടും, ദുന്യാവിൽ തന്നെ കിട്ടും. നഫില് എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്നാ. ഫർള് കഴിഞ്ഞാൽ പിന്നെ അടുക്കണം. അൻഫാലാണ്. അപ്പം നല്ലോണം ഗനീമത്ത് സ്വത്ത് കിട്ടി, പണിയെടുത്തവർക്ക് കിട്ടി. അതിനെ സ്മരിക്കുന്ന ഒരു അധ്യായം സൂറത്തുൽ അൻഫാൽ. ഇങ്ങനെ ചരിത്രങ്ങളെക്കുറിച്ച് അനുസ്മരണങ്ങൾ എപ്പോഴും ഔലിയാക്കളെക്കുറിച്ചും അമ്പിയാക്കളെക്കുറിച്ചും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ എന്താകണം, ചർച്ച ചെയ്യണം. വെള്ളിയാഴ്ച പ്രത്യേകം നമ്മൾ ചരിത്രം പറയണം. അൽ കഹ്ഫ് സൂറത്തിന് തന്നെ പേര് ഗുഹാവാസികൾ എന്നാണ്. എന്താ അത്? 7 യുവാക്കൾ യംലീഹ, മഖ്സലീന, മസ്ലീന, മർനൂഷ്, ദബർനൂഷ്, ഷാദനൂഷ്, കാഷ്തയൂഷ്. അവരെ പിൻപറ്റി കാവിൽ നിന്ന ഖിത്മീർ എന്ന നായയെക്കുറിച്ച്, നല്ല ആളുകളുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് കഥ. സൂര്യൻ അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തത് അല്ലേ? 309 കൊല്ലം ഗുഹക്കകത്ത് താമസിച്ച ഈ 7 ചെറുപ്പക്കാരുടെ ഉറക്കിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ശാസ്ത്രം പറയുന്ന ശക്തി സ്രോതസ് സൂര്യസഞ്ചാരം നിന്നാൽ, സൂര്യൻ കണ്ണിൽ നിന്നും മറഞ്ഞാൽ ഈ രാജ്യം, ലോകം ഇരുട്ടാകും. നമ്മുടെ വാച്ചിലുള്ള സമയങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് സൂര്യസഞ്ചാരം നോക്കിയിട്ടാണ്. കപ്പലുകൾ കൂട്ടിമുട്ടും, ട്രെയിനുകൾ കൂട്ടിമുട്ടും, മാനത്ത് പറക്കുന്ന വിമാനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടും. അപ്പോൾ ശക്തി സ്രോതസ് എന്ന് ശാസ്ത്രം പറയുന്ന ഈ സൂര്യനെ സൂര്യൻ ഉദിക്കുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും താകും, അങ്ങനെ നീങ്ങും. കാരണം ആ വെളിച്ചം ഗുഹയ്ക്കകത്ത് വന്ന് അവർക്ക് ഉറക്കിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഔലിയാക്കൾക്ക് ഒരുപാട് സംഭവങ്ങൾ, അമ്പിയാക്കൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. മുൻഗാമികളുടെ കഥകൾ സൂറത്ത് ഹൂദ് അല്ലാഹു തആല അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. എന്താണ്? വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. പ്രവാചകന്മാരുടെ കഥകളിൽ നിന്നും ചില കഥകൾ അങ്ങയുടെ മേൽ നാം പറഞ്ഞു തരാം. മാ നുസബ്ബിതു ബിഹി ഫുആദക, നിങ്ങളുടെ ഹൃദയത്തിനെ ഉറപ്പിച്ചു നിർത്തുന്ന. കഥൻ പറഞ്ഞാൽ, ചരിത്രം പറഞ്ഞാൽ എന്താവും? ഒരു ഉറപ്പിക്കലാണ്. അങ്ങനെയാണില്ലേ? ആയിക്കോട്ടെ, ഉറച്ചു നിൽക്കും. വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഈ കഥ പറച്ചിൽ, വിശുദ്ധ ഖുർആനിലൂടെയുള്ള ഈ കഥ പറച്ചിലുണ്ടല്ലോ, അത് ഹഖാണ്. വമൗഇദത്തുൻ, അത് വഅദാണ്, ഉപദേശമാണ്. വദിക്റാ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള ഉപദേശവുമാണ്. ദിക്റാണ്, ഓർമ്മപ്പെടുത്തലാണ്. ദിക്ർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദിക്ർ മജ്ലിസിൽ ഇരിക്കുന്ന അതേ സ്ഥാനം തന്നെയാണ് മഹാന്മാരുടെ അനുസ്മരണ സദസ്സുകളിലൊക്കെ ഇരുന്നാലുള്ള കൂലി. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഉദ്കുറൂ മഹാസിന മൗതാകും, നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ നന്മകളെ നിങ്ങൾ പറയുകയും. നബിയുനാ റസൂലുള്ളാഹി അവിടെ ഖൂലു, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാ. ഖൂലു, നിങ്ങൾ പറയുവീൻ എന്നാണ്. പക്ഷെ അവിടെ പറഞ്ഞത് ഉദ്കുറൂ എന്നാ. അത് പറച്ചിൽ ദിക്റാണ്. വഖുൽ ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ആളുകളോട് നിങ്ങൾ പറയണം. ഈ കഥകളിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത,
അനുസ്മരണങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളോട് നബിയെ അങ്ങ് പറയണം, യഅ്മലു അലാ മകാനത്തിക്കും, നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ പ്രവർത്തിച്ചോളും, ഇന്ന ആമിലു, ഞങ്ങൾ പ്രവർത്തിക്കും, ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യും, വന്തളിറോ, നിങ്ങൾ നോക്കിക്കോളും, ഇന്ന മുന്തളിറോ, ഞങ്ങളും നോക്കും, ഞങ്ങൾ ഇരുന്നീന് ഞങ്ങൾക്ക് കൂലി കിട്ടും, നിങ്ങൾ നോക്കിക്കോളും, കിട്ടുമോ കിട്ടൂലെന്നല്ലേ, ഇതൊക്കെ വെറുതെ ആണെന്നല്ലേ, നിങ്ങൾ നോക്കിക്കോളും, ഞങ്ങൾ നോക്കാം. ഇത് ആരോട് പറഞ്ഞതാണ്? മുൻഗാമികളുടെ കഥകൾ പറഞ്ഞിട്ട് ആവേശം നൽകണം എന്നുള്ളതാണ്. ആവേശം നൽകണം, അതാ മുൻഗാമികൾ ബദരീങ്ങളെ കുറിച്ചുള്ള സ്മരണകൾ അല്ലേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൻ്റെ തലേ ദിവസം ദുആ ചെയ്തത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാമി, മുസ്ലിമീങ്ങളിൽ നിന്നുമുള്ള ഈ ചെറു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ, ഫലാ തുഅബദ് ഫിൽ അർളി അബദ, ഭൂമിയിൽ ഒരിക്കലും ഇബാദത്ത് ഉണ്ടാവുകയേ ഇല്ല. ഇവർ തോറ്റാൽ കഥൻ കഴിയും, അതുകൊണ്ട് തോൽക്കാൻ പറ്റൂല. അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന എല്ലാ പരിപാടികളുടെയും കാരണക്കാരാരാ? ബദരീങ്ങളാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പോരാളികൾ. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ സ്മരണകൾ ഉണ്ടാകണം. എന്താ ഇപ്പോൾ ഷെയ്ഖ് റിഫായി തങ്ങളെ നാം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉർഖുബു അന്നി ഫീ അഹ്ലി ബൈത്തി, എൻ്റെ അഹ്ലു ബൈത്തിലായിട്ട് നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുകയും. അപ്പം എൻ്റെ അഹ്ലു ബൈത്തിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ അവിടെ ലഭിക്കുന്നേ. ഇത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ച കാര്യമാണ്. അവരെ സ്മരിക്കും, സുഹൃതങ്ങൾ ചെയ്തവരെ സ്മരിക്കും. സൂറത്ത് മറിയം അല്ലാഹു തആല അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മെ കേൾപ്പിച്ചു: ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല സ്നേഹത്തെ വെച്ചു കൊടുക്കും. അവരുടെ അനുസ്മരണങ്ങൾ എന്താകും? നടന്നിരിക്കുന്ന, അവരെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ്. അതവർ ചെയ്തതിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് KV ഉസ്താദിനെ നാം സ്മരിച്ചത് അല്ലേ. ഒരു ആനക്കരയിൽ നിന്ന് വന്ന് ആഴ്ചയിൽ ഒരു ദിവസം നാട്ടിൽ പോയി, 2 ദിവസം നാട്ടിൽ പോയി, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം നിന്ന് ഇവിടെ തജ്വീദിൻ്റെ ക്ലാസ്സുകൾ, മറ്റു ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ച്, മദ്രസയിൽ തജ്വീദ് നടക്കുമ്പോൾ തന്നെ പള്ളിയിലും തജ്വീദ് ക്ലാസ് സംഘടിപ്പിച്ച്, ഇങ്ങനെ നിങ്ങളെ ഖുർആൻ പാരായണത്തിനും സംഘടിതമായ രീതിയിൽ പെരുമാറേണ്ട കാര്യങ്ങൾക്കുമൊക്കെ കാരണക്കാരായ ആളുകളിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട KV ഉസ്താദ്. നമ്മളിവിടെ അനുസ്മരിച്ചു. അതെ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അത് വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നവർക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടമാകുന്നു. ഹിജ്റ 512 റജബ് മാസത്തിലാണ് ബഹുമാനപ്പെട്ട മഹാനായ അഷേഖ് അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി ഭോജാതരാകുന്നത്. മാതാപിതാക്കൾ അലി ബിൻ അഹമ്മദ് എന്നവരാണ് ഉപ്പ. ഉമ്മയാരാണ്? ഉമ്മുൽ ഫളൽ ഫാത്തിമത്തുൽ അൻസാരിയ. അൻസാരിയ അഹ്ലു ബൈത്താണ്, അവരാണ് ഉമ്മ. ഗർഭകാലത്ത് തന്നെ പിതാവ് മരണപ്പെട്ടു. നിങ്ങൾ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ മഹാന്മാരുടെയും ജീവിത കഥകൾ പറയുമ്പോൾ ആ മഹാന്മാരൊക്കെ വളർന്നത് ഉമ്മയുടെ കീഴിലായിരുന്നു, ഉമ്മമാരിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അതാ വാപ്പ മരിച്ചിട്ട് ഉമ്മയാണ് എന്താകുന്നത്? മക്കളെ വളർത്തുന്നത്. മറിയം ബീവി റളിയല്ലാഹു തആല അന്നയിലൂടെ നമുക്ക് കാണാം. മറിയം ബീവി റളിയല്ലാഹു തആല അന്നക്ക് ഭർത്താവില്ല. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു സംഭവം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളർത്തി പ്രവാചകനായി.
ചരിത്രം സൃഷ്ടിച്ച ചരിത്ര പുരുഷന്മാരുടെ ചരിത്രകഥകൾ വായിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ ഉപ്പമാർ മരണപ്പെട്ടിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചില്ല. പിതാവിൻ്റെ കൂടെ ജീവിക്കാൻ, പിതാവിനോടൊന്നിച്ച് കഴിയാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞില്ല. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തി. അതാണ് ചരിത്രം. അങ്ങനെയാണ്. ഒരുപാട് ചരിത്ര കഥകൾ വായിക്കുമ്പോൾ ഷെയ്ഖ് ജീലാനിയുടെ കഥയും അങ്ങനെ തന്നെയാണ്. വാപ്പ മരണപ്പെട്ടിട്ട് പിന്നെ വളർത്തുന്നത് ആരാണ്? അവരുടെ മഹദിയായ ഫാത്തിമ എന്നവരാണ് ബഹുമാനപ്പെട്ടവരെ വളർത്തി വലുതാക്കി വലിയ പണ്ഡിതനാക്കി മാറ്റുന്നത്. ഒരുപാട് സമാനതകൾ ഷെയ്ഖ് ജീലാനിയുമായിട്ടുള്ള ഒരുപാട് സമാനതകളുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി. റിഫായി എന്ന് പറയുന്നത് ഉപ്പാപ്പാൻ്റെ പേര് റിഫാഅത്ത്. ആ റിഫാഅത്തിലേക്ക് എന്തായി ചേർത്തിക്കൊണ്ടാണ് ഇവിടെ റിഫായി എന്ന പദം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ടാകും. ചില ആളുകളൊക്കെ എന്താവുന്ന നിങ്ങൾ ചില ആളുകൾ കാണുമ്പോൾ കരിങ്ങനാടനാണെന്ന് പറയും. കരിങ്ങനാടൻ എന്ന് പറഞ്ഞാൽ കരിങ്ങനാട് KP മുഹമ്മദ് മുസ്ലിയാർ, അത് എൻ്റെ ഉമ്മാൻ്റെ വാപ്പയാണ്. KP ആണ് എന്ന് പറയാറുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള മൗലാന KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട മഹാനായ കാപ്പിൽ ഉമർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ശിഷ്യഗണങ്ങളുടെ ഗുരുവാണ് എൻ്റെ ഉമ്മാൻ്റെ വാപ്പ. അതാ എൻ്റെ വാപ്പ മരണപ്പെട്ടു. നിങ്ങളൊക്കെ പലരും വന്നിരുന്നു. വാപ്പ വെളുത്തിട്ട, ഞാൻ കറുത്തിട്ട, ഈ ജമ്മാൻ്റെ താവൽജാണെന്ന് പറയും. അങ്ങനെ താഴ് വഴിയാണ് എന്ന് പറയും. അതാണ് റിഫായിയത്ത് എന്ന് പറയുന്നത്. വല്യാപ്പാൻ്റെ ആ പേരിലാണ് എന്താകുന്നത്. ചില ആളുകളൊക്കെ എന്താകും അങ്ങനെ അറിയപ്പെടും. അതാണ് റിഫായി എന്ന് നാം പറയുന്നത്. വല്യാപ്പാനിലേക്ക് ചേർത്തിയിട്ടാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, ആ ഉമ്മ ബഹുമാനപ്പെട്ട മാതാവ് റിഫായി ഷെയ്ഖ് തങ്ങളെ വളർത്തി 7ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി. 7ാമത്തെ ഉസ്താദ് ചോദിച്ചു, എന്താ പേര്? എൻ്റെ അമ്മ മോൻ എന്നാണ് വിളിക്കുന്നത്. മോൻ, പൊന്നുമോൻ. കുട്ടികളെ നമ്മൾ വിളിക്കണം. കുട്ടികളെ വിളിക്കുന്നത് മോൻ എന്ന്, യാ ബുനയ്യാന്ന, എൻ്റെ പൊന്നു മോനെ. നമ്മളെ പല ആളുകളും കുട്ടികളെ വിളിക്കുന്നത് എടാ ശൈത്താനെ എന്ന് വിളിക്കും. ശൈത്താൻ കുട്ടികൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വിളിക്കണം. അത്താഴത്തിന് കന്നുകാലികളുടെ പേര് ഒക്കെ വിളിച്ച് അങ്ങനെയുള്ള വിളികളൊക്കെ അത് പറ്റില്ല. മോൻ. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, എൻ്റെ പേരെന്താ? അതെ, എൻ്റെ പേരിലേ അഹദിലുള്ള ഒന്നും കൂട്ടിയാൽ അഹ്മദ്, അതാണ് എൻ്റെ പേര്. അഹദും അഹ്മദും അതന്നെ. നൂറാണ്. മഹാനവറുകളുടെ ഗർഭകാലത്ത് ഉമ്മയുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കഴിയുന്ന സമയത്ത് മഹദിയെ പല ആളുകളും ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഉമ്മയുടെ ഗർഭസ്ഥ ശിശു മഹാനാണ്, മഹാന്മാരിൽപ്പെട്ടവരാണ് എന്ന് അവരൊക്കെ ആ മഹാന്മാർ മറുപടി പറയുമായിരുന്നു. ഉമ്മക്കാണ് റോള്. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നല്ല ഉമ്മമാരായി മാറണം. അതിന് വിശുദ്ധ ഖുർആനിൽ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് സൂറത്തു തഹ്രീമിലൂടെ നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യം ആദ്യമായി നിങ്ങളെ അറിയിക്കട്ടെ. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറൂ, അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഉപമ നൽകി. ഇംറഅത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ, വംറഅത ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെയും
അവരാരാണ്? കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. അവർ രണ്ടുപേരും നമ്മുടെ സ്വാലിഹീങ്ങളായ രണ്ട് അടിമകളുടെ കീഴിലുള്ളവരായിരുന്നു. അവരുടെ ഭാര്യമാരായിരുന്നു. തഹ്ത്ത് കീഴിലായിരുന്നു, അവരുടെ കീഴിലായിരുന്നു. നബിമാരുടെ രണ്ട് നബിമാരുടെ ഭാര്യമാര് സുബ്ഹാന ജല്ല ജലാലു ഫഖാനതാഹുമാ, അവർ രണ്ടുപേരും ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. അതാ കപ്പലുണ്ടാക്കുന്ന നേരത്താണ് മക്കളോട് പറഞ്ഞത്, മക്കളെ വാപ്പാക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞത്. വാഹില പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ വാപ്പാരെന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ വാപ്പാക്ക് ഭ്രാന്താണ്. വാപ്പ പറഞ്ഞു, മക്കളെ വെള്ളപ്പൊക്കം വരാനുണ്ട്, വാപ്പാക്ക് ഭ്രാന്താണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, വെള്ളപ്പൊക്കം വന്നാൽ കന്നാനോട് പറയണേ വാപ്പാക്ക് എതിരെ നീക്കം നടത്താണ്, മലൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് പാനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് വാപ്പാക്കെതിരെ തിരിഞ്ഞു. ഒരു മനുഷ്യൻ നന്നാകുന്നതിലും ചീത്തയാകുന്നതിലും വലിയ ഉത്തരവാദിത്വം മാതാവിനുണ്ട്. ശ്രദ്ധിക്കുക. ഇന്ന് വെട്ടത്തൂർ അൻവാറുൽ ഹുദയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ലോകകപ്പ് നടക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡൻ്റായിട്ട് മരിച്ചു. ആ മയ്യത്ത് കാണാൻ പോയ ആളുകളൊക്കെ ആ ചെറുപ്പക്കാരൻ്റെ കുറ്റമാണത്രേ പറഞ്ഞത്. മയ്യത്ത് കാണാൻ ചെന്നപ്പോൾ തലയിൽ ഓന്ത് നിൽക്കണ മാതിരി മുടിയാണ്, അങ്ങനെ മുടി ഒക്കെ അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാവും. താരങ്ങൾ അങ്ങനെ ചെറിയ മാതിരി കണ്ട അവൻ്റെ മുടിയുണ്ടോ, മുടി ബാർബർ ഷാപ്പിൽ നിന്ന് പുറത്തിറങ്ങി ആക്സിഡൻ്റായി വെട്ടത്തൂരിൽ നിന്ന് ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുള്ള ഫൈസി വെട്ടത്തൂർ ഇപ്പോൾ എടുക്കണില്ല. അതാ പറഞ്ഞപ്പോഴത്തേന് ഫോൺ അവിടുന്ന് വരിക. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ജലീൽ ഹുദവി ഉസ്താദ് എന്ന് പ്രസംഗിച്ച ആളുകളൊക്കെ ഈ മയ്യത്തിനെ കുറിച്ച് എന്താ പറയണേ? വളരെ മോശം. അപ്പോൾ ശ്രദ്ധിക്കുക, വലിയ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്ന് കരുതരുത്. ഭർത്താവ് ഗൾഫിലാണ്, കുട്ടികളൊക്കത്ത് വെച്ചിട്ട് മുടി വെട്ടാൻ കൊണ്ടുപോയിട്ട് ആ ഫോട്ടോയിലൊക്കെ കാണുന്ന മാതിരി ഇങ്ങനെയൊക്കെ ആക്കണമെന്ന് പറയുമ്പോൾ അത് കുട്ടികളെ മറ്റൊരു കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ കുട്ടിക്ക് പേരിടുന്നത് മെസ്സി എന്നാകുന്നു. മിസ്സായി പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മെസ്സിയുടെ കട്ടൗട്ടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ പേരിടുന്നത്. പടച്ച റബ്ബേ, ഉമ്മത്തിനെ നീ കാക്കണേ റബ്ബേ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാകുന്ന പാകതയിലാണ് എല്ലാവരും പ്രസവിക്കപ്പെടുന്നത്. പക്ഷേ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സറാനിഹി. ഉമ്മയും വാപ്പി തന്നെയാണ് ഇവനെ യഹൂദിയും ജൂതനും നസ്രാനിയും ഒക്കെ ആക്കുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഇത് സഹോദരിമാരെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾക്ക് വലിയ റോളുണ്ട്. റിഫായി ഷേഖ് തങ്ങളുടെ കഥ പറയുമ്പോൾ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളുടെ കഥ പറയുമ്പോൾ അവരുടെ മുമ്പിലൊക്കെ നിന്നത് അത് സ്ത്രീരത്നങ്ങളാണ്, അവരുടെ ഉമ്മമാരാണ്. അതാണ് ലൂത്ത് നബിയുടെ ഭാര്യ ചെയ്ത തെറ്റെന്താണ്? അത് വായില ചെയ്തതെന്താണ്? ലൂത്ത് നബിയുടെ അടുക്കത്തേക്ക് വരുന്ന ആളുകളെ കുറിച്ച് സ്വവർഗരതികളായ ആളുകൾക്ക് വിവരം കൊടുത്തിട്ട് അവിടെയും ഭർത്താവിനെ അപമാനിക്കുന്ന പ്രവർത്തനം നടത്തി. എന്താണ് അവരോട് പറഞ്ഞിട്ടുള്ളത്? ഫലം യോനിയ അൻഹുമാ മിനല്ലാഹി ശൈആ. ഭർത്താക്കന്മാർ മുഖേന അല്ലാഹുവിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. മിനല്ലാഹി മിൻ അദാബില്ലാഹി, അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഭർത്താക്കന്മാർ മുഖേന അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വഖീല, പറയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഉദ്ഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം നിങ്ങളും പ്രവേശിച്ചോളൂ. ആരാണിവർ? ഇവർ രണ്ടാളും രണ്ട് നബിമാരുടെ ഭാര്യമാരാണ്. അതാ, പക്ഷേ എന്തായില്ല, അവർ നല്ല ഉമ്മമാരായില്ല. അതുതന്നെ ബല്ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക് അല്ലാഹു തആല ഉപമ നൽകി.
ഇംറാത്ത ഫിർഔന, ഫിർഔനിന്റെ ഭാര്യയെ ആസിയ ബീവിയെ, ഇത് ഖാലത്ത്, അതാണ് ആസിയ ബീവിന്റെ കൂടെ വളർന്നു. ആര് വളർന്നു പറയൂ? മൂസാ നബി വളർന്നു തന്നെ. അതന്നെ, സ്വന്തം കുട്ടിയല്ല. ഞാൻ പറയുന്നത് അതാണ്, ഉമ്മാരെ ക്ലിയർ ആകുക എന്നുള്ള വലിയ പ്രധാനമാണ്. അപ്പോൾ ആണുങ്ങളെന്ന് അങ്ങനെ ആണുങ്ങളും ക്ലിയറാണ്, എമ്മി വാപ്പി ഒക്കെ ക്ലിയർ ആകണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളിയും. ആസിയ ബീവിയുടെ കീഴിലാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത്. ഫിർഔനിന്റെ ഭാര്യയാണിത്. ഖാലത്ത്, മറിയം ബീവി പറഞ്ഞ സന്ദർഭം ഓർമ്മിക്കുക. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എനിക്ക് നീ ഒരു വീട് നിർമ്മിച്ചു തരണം റബ്ബേ. വനജ്ജിനി മിൻ ഫിർഔന, ഫിർഔനിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ. വഅമലിഹി, ഫിർഔനിന്റെ പ്രവർത്തനത്തിൽ നിന്ന്, ചുട്ടുപഴുത്ത ആണികളെ കൊണ്ട്. വഫിർഔന ദിൽ ഔതാദ്, ഫിർഔനിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ആണിക്കാരൻ എന്നാണ്. കണ്ണിലും മൂക്കിലും വയറ്റിലും ഗുഹ്യസ്ഥാനത്തും ചുട്ടുപഴുത്ത ആണിയടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്ന ക്രൂരനായ കൊലയാളിയാണ്. ആ കൊലയാളിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയുടെ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പടച്ചോനെ എന്നെ നീ കാക്കേണമേ. ആര് ദ്വാർന്നു? ആസിയ ബീവി ദ്വാർന്നു. വമറിയമ, മറിയം ബീവിയെയും സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല ഉപമയാക്കി. അവരാരാണ്? ഇബ്നത ഇമ്രാന, ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകളാണ്. അല്ലത്തി അഹ്സനത് ഫർജഹ, അവർ അവരുടെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിച്ചു. വസദ്ദഖത് ബികലിമാതി റബ്ബിഹ, അവരുടെ റബ്ബിന്റെ കൽപ്പനയെ അംഗീകരിച്ചു. വകുതുബിഹി, റബ്ബിന്റെ കിതാബുകളെയും. വകാനത് മിനൽ ഖാനിതീൻ, വകാനത് മിനൽ ഖാനിതീൻ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ അനുസരിക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണായിരുന്നു. ഖാനിതീങ്ങളിൽപ്പെട്ടതാ, അള്ളാഹനെ അനുസരിക്കുന്ന ആ ലീസ്റ്റിൽപ്പെട്ടവരാണ്. അപ്പം നമ്മൾ ഈ രണ്ട് ലിസ്റ്റ്, മറിയം ബീവി അതുപോലെ തന്നെ ആസിയ ബീവി അല്ലേ, ഖദീജ ബീവിയോട് പറഞ്ഞില്ലേ, ഖദീജ എന്തിനതിങ്ങനെ പ്രയാസപ്പെടുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഖദീജ ബീവി രോഗാവസ്ഥയിലാണ്, അവിടെ ഉണ്ടായില്ല. അപ്പോൾ എനിക്കെൻ്റെ ഭർത്താവിനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിലാണ്. നബിയെ, ഖദീജ ബീവിക്ക് സുഖമില്ലല്ലോ, നിങ്ങളെ ചോദിക്കുന്നുണ്ട്. ഓടി വരാൻ, ഭർത്താവിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തും. ഭാര്യയും ഭർത്താവൊക്കെ നല്ലവരാകണം. ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രിയപ്പെട്ട ഖാസിം ഫൈസി പോത്തന്നൂരിൻ്റെ ഭാര്യ ഫൗസിയ മോൾ മരണപ്പെട്ടത്. ക്യാൻസറായിരുന്നു. എന്നെ ചികിത്സിച്ച ഡോക്ടർ ഗംഗാധരൻ സാറിൻ്റെ അടുത്ത് എൻ്റെ വാപ്പ വഫാത്തായ 3-ാമത്തെ ദിവസം ഖാസിം ഫൈസി വിളിച്ചു, ഒന്ന് പോരണം, ഗംഗാധരൻ ഡോക്ടർ കോഴിക്കോട്ട് വരുന്നുണ്ട്. എൻ്റെ വീട്ടിലെ എല്ലാ നേതാക്കന്മാരും സാദാത്തുക്കളും വരുന്ന സമയം മുനവ്വർ അലി തങ്ങളും അബ്ബാസ് അലി തങ്ങളും സാദിഖ് അലി തങ്ങളൊക്കെ, ഇന്ന് നിങ്ങളിപ്പോൾ എവിടെ? അപ്പോൾ ഞാനെവിടെ? എൻ്റെ സഹോദരൻ്റെ ഫയലുമായിട്ട് ചെല്ലാം. MVR ഹോസ്പിറ്റലിലെ എല്ലാ ഫയലും കാണിച്ചു കൊടുത്തു. പ്രതീക്ഷല്ല, ഈ മരുന്നൊന്നും വേണ്ട, 50,000-ൻ്റെ 60,000-ൻ്റെ മരുന്നും വേണ്ട, ഏറിയാൽ 2,000-ൻ്റെ 4,000-ൻ്റെ കീമോ മതി. പക്ഷേ വീണ്ടും പ്രതീക്ഷയോടുകൂടെ ഹോസ്പിറ്റലിൽ പോയി 50,000-ൻ്റെയും 30,000-ൻ്റെയൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തു. വഫാത്താകുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് വീണ്ടും ഖാസിം ഫൈസി എന്നെ വിളിച്ചു, ഒന്നും കൂടി പോരും നിങ്ങൾ ഗംഗാധരൻ ഡോക്ടറെ അടുത്തേക്ക്. ഞാൻ പോയി, എറണാകുളം പോയി ഫയൽ കാണിച്ചു. ഡോക്ടർ അപ്പോഴും പറഞ്ഞു, ഇനി ഒരു മരുന്നും കൊടുക്കണ്ട, ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് സമാധാനം കിട്ടാൻ വേദന സംഹാരി വല്ലതും കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ സഹോദരി അവസാനം വരെ. ഞാൻ ഇതിലും വലിയ ചികിത്സ കിട്ടുമ്പോൾ വടകരയിലൊരു തങ്കപ്പൻ ഡോക്ടറുണ്ട്, ഞാൻ അതും നോക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യമാരെ എന്താകണം,
ശരിക്കും നോക്കണം. അങ്ങനെ നോക്കിയ പെണ്ണിന് കിട്ടുന്ന സമ്മാനം മയ്യുമംറഅത്തിൻ, ഏതൊരു പെണ്ണാണ് മാതതവൾ മരിച്ചിരിക്കുന്നു, അവളുടെ ഭർത്താവ് അവളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. എന്തൊരു നല്ല സ്ത്രീ. മൂത്ത മകൾ വിവാഹം കഴിഞ്ഞ് മക്കളുണ്ട്. രണ്ടാമത്തെ മകൻ ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസിൽ പഠിക്കുകയാണ്, മുതഅല്ലിമാണ്. ഇങ്ങനെ കുട്ടികളെങ്ങനെ ഇങ്ങനെ വളർത്തും. നല്ല കുട്ടികൾ. എളാപ്പ മുഹമ്മദാജിയോട് ഞാൻ പ്രസംഗത്തിലാന്ന് പറയാം. വേറെ എളാപ്പ മുഹമ്മദാജിൻ്റെ നമ്പറുണ്ടോ? ഒന്ന് വിളിച്ചു പറയട്ടെ. വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പ്രസംഗത്തിലാന്ന് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ നല്ല ഭർത്താവായി മാറുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി വരികയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എന്താ ഖദീജ അത്ര വിഷമം? ഒന്നിങ്ങ് വന്നേ. എന്തൊരു സ്നേഹബന്ധം. ഒന്നെന്നെ ഉമ്മ വെക്കുക. അതാ ദമ്പതികൾ. ഇന്നൊന്ന് ഉമ്മ വെക്കണം. ഉമ്മ വെച്ച് വിതുമ്പിക്കൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. മരിക്കുമ്പോൾ ആ മഹദി 40 കഷ്ണങ്ങളെ കൊണ്ട് കൂട്ടിത്തുല്ലിയ വസ്ത്രം ധരിച്ചിട്ടാണ്. ഉപ്പായി 40 കഷ്ണങ്ങളാണ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഇല്ലാത്തത് കൊണ്ട് അതാ നൽകി കൊടുത്തു. മരണമാസന്നമാകുന്നു എന്ന് തോന്നലുണ്ടോ? അതുകൊണ്ടാണോ കരയേണ്ടത്? അല്ല നബിയെ. ഫാത്തിമ ബീവിയെ കെട്ടിക്കാത്ത ദുഃഖത്തിലാണോ? അല്ല നബിയെ. നാളെ എൻ്റെ അവസ്ഥ എന്താ? നീ സ്വർഗത്തിലാണ് ഖദീജ. എന്നിട്ടൊരു സ്വകാര്യം പറയണ്ടേ. ആ സ്വകാര്യം എന്താണ്? ആ സ്വകാര്യമാണ് ഇപ്പം നമ്മൾ ഈ ആയത്തിലൂടെ പറഞ്ഞ മറിയം ബീവിയെ കാണുമ്പോൾ, ആസിയ ബീവിയെ കാണുമ്പോൾ എൻ്റെ സലാം പറയണം. അവർ രണ്ടുപേരും നിൻ്റെ കൂടെ കല്യാണമൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം അവിടെ ഉണ്ട് കേട്ടാ. തൃക്കല്യാണമുണ്ട്. അതാണ് ഷേഖുന കോയക്കുട്ടി ഉസ്താദ് നവറല്ലാഹു മർഖദ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കല്യാണത്തിൽ പഠിച്ചവനെ ഞങ്ങളെ പങ്കാളികളാക്കണം എന്ന് പറഞ്ഞാൽ ഇല്ലേ, അങ്ങനെ തൃക്കല്യാണം എന്ന് പറയും. ത്രികണ 3 ഖദീജ ബീവിയും ആസിയ ബീവിയും മറിയം ബീവിയുള്ള ആ സൽക്കാരം ഉണ്ടല്ലോ, ഭയങ്കര കൂടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകാൻ. അപ്പോൾ നല്ല നമ്മളൊരു വേണ്ടപ്പെട്ട ഒരാളാണ് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാളാണ്. നാളെ രാവിലെ അദ്ദേഹം ചില ഉംറ കഴിഞ്ഞ് വന്നു. അദ്ദേഹത്തിന് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സന്ദർശകരെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇപ്പോഴൊക്കെ സമാധാനമായി. അൽഹംദുലില്ലാ. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കൊക്കെ ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ 7ാമത്തെ വയസ്സിൽ പഠിച്ച് വളരെ ഉഷാറായി. 20ാമത്തെ വയസ്സിൽ എല്ലാ വിഷയത്തിലും ഫത്വ നൽകാൻ കഴിവുള്ള മഹാനായ പണ്ഡിതനായി ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ. 20ാമത്തെ വയസ്സ്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ എന്തു വേണം? മതകീയമായ രീതിയിൽ അവരെ പഠിപ്പിക്കണം. അതാണ് കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ തന്നെ മതരംഗത്ത് നമ്മുടെ മക്കളെ നമ്മൾ എന്താകണം? സജീവമാക്കണം. ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് പല പേരുകളുണ്ട്. പല പേരുകൾ ഒരാൾക്കുണ്ടാകുന്നത് അബുൽ ഇൽമൈൻ എന്ന പേരുണ്ട്. 2 ഇൽമിൻ്റെയും വാപ്പ എന്ന് പേരുണ്ട്. 2 ഇൽമ് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ ഇൽമും ത്വരീഖത്തിൻ്റെ ഇൽമും. 2 ഇൽമിലും വലിയ കഴിവാണ്. ചില ഇൽമുകളൊക്കെ ഉണ്ട്, ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട്. ആ റൂട്ട് ചില ആളുകൾക്ക് അറിയുകയില്ല. അറിയാത്തവർ എന്താകും? അവരറിയാത്തതിനെ അവർ അവഹേളിക്കും. അങ്ങനെയുള്ള റൂട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ നമ്മോട് പറയുന്നു.
ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താ യാത്ര ചെയ്യുമ്പോഴേ ഒരു കപ്പലിൽ കയറിയിട്ട് ഖിളിർ നബി എന്താ നബിയല്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് വലിയ ഖിളിർ അലൈഹിസ്സലാം. ഖിളിർ അലൈഹിസ്സലാം ചെയ്യുന്ന ആ കപ്പലിൻ്റെ പലകൺ പൊളിക്കുക. അതൊരു റൂട്ട് വേറെ. കപ്പലിൻ്റെ പലകൻ പൊളിച്ചപ്പോൾ മൂസാ നബി ചോദിക്കുകയാണ്, നയാ പൈസ വാങ്ങാതെ കപ്പലിൽ കയറ്റിയിട്ട് ഈ കപ്പലിലുള്ള ആളുകളെ മൂക്കിക്കൊല്ലുകയാണോ എന്നാണ് ചോദിച്ചത്. അതാ തരീഖത്തിൻ്റെ ഇൽമ്. ആരാണ് പൊളിക്കണത് നോക്കിയാൽ മതി. അതൊന്നും പറ്റൂല, അതന്നെ അവിടെ എത്തണം, ഒന്നും പറ്റൂല. പക്ഷെ അപ്പോഴത്തേനെന്തായി, അത് റൂട്ട് മാറിയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സംഭവമാണ് ഒരു മതിലിങ്ങനെ വീഴാനായപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അതങ്ങ് നിവർത്തുക. ഈ നാട്ടുകാർ പച്ചവെള്ളം തന്നിട്ടില്ല, നമ്മളെ സഹായിച്ചിട്ടില്ല, എന്നിട്ട് നിങ്ങൾ ഈ പണിയെടുക്കേ, വേണമെങ്കിൽ കൂലി വാങ്ങാമായിരുന്നു. അതാ അപ്പോഴേ നമ്മൾ പിരിയാം. ഇതിപ്പോൾ മൂന്നാമത്തെ വട്ട ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇടപെടണം. മൂന്നാമത്തെ വട്ട കപ്പൽ പൊളിച്ചപ്പോൾ ഇടപെട്ടു. ഞാൻ പറഞ്ഞു ക്ഷമാലുവായിട്ട് പോരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആ കപ്പൽ പൊളിക്കാനുള്ള കാരണം ബോധ്യപ്പെടുത്തി. എന്താ കപ്പൽ പൊളിക്കാനുള്ള കാരണം? കടൽ കൊള്ളക്കാർ ഉള്ള ഒരു പ്രദേശത്തു കൂടെയാണ് ഈ കപ്പൽ പോകുന്നത്. ഏത് കപ്പൽ പൊളിക്കുന്ന ആൾക്കാർ കവർ ചെയ്യും. അപ്പോൾ ഈ കപ്പലിൽ അവർ കയറും. അവർ കയറിയാൽ അവർ കപ്പലിലേക്ക് നോക്കി പലക പൊളിഞ്ഞ കപ്പലിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ അവർ കരുതും ഇതിപ്പോൾ മുങ്ങാൻ പോണ കപ്പലാണ് എന്ന് കരുതും. അതുകൊണ്ട് വേഗം അവർ ഒന്നും ചെയ്യില്ല, വേഗം തടിയെടുക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിച്ചവരെ രക്ഷപ്പെടുത്തി, ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്തു, അതിന് വലിയൊരു രക്ഷ. ഒരു കുഞ്ഞ് ജീവിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു. അതിൻ്റെ കാരണമുണ്ട്. ഈ കുഞ്ഞ് കാരണമായിട്ട് മാതാപിതാക്കൾ നരകത്തിൽ പോകും. അതിനാണ് ഞാൻ അപ്പണി ചെയ്തത്. അങ്ങനെയുണ്ട്. മതിലിൻ്റെ അടിയിൽ നിധിയുണ്ട്. അത് യതീം കുട്ടികൾക്കുള്ളതാണ്. അവരുടെ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളായിരുന്നു, അവർക്കുള്ളതാ. അപ്പം ഇതാണ് പൊളിഞ്ഞ് ചാടിയാണ്ടല്ല, ആ നിധി പുറത്ത് ചാടിയാൽ ആ യതീം കുട്ടികൾക്ക് അത് കിട്ടൂല. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് എന്നുള്ള. ഇങ്ങനെ കുറേ സംഗതികൾ എന്തുണ്ട്, റൂട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ട് അമ്പംകുന്ന് വീരാനൗലി പാപ്പാൻ്റെ ഒരു കഥയിൽ നമ്മൾ കേട്ട, ചരിത്രത്തിൽ നമ്മൾ കേട്ടൊരു സംഭവം. ഒരാളുടെ മൂരി കാണാതായപ്പോൾ വീരാനൗലി പാപ്പാൻ്റെ അടുത്ത് ഒരാൾ വന്നു. അയാളോട് പറഞ്ഞു, ഇജ്ജൊന്ന് വയറിളക്കിക്കോ, സുന്നമാക്കി ഉപയോഗിച്ചിട്ട് വയറിളക്കിയാൽ മൂരിനെ കിട്ടുന്ന പറഞ്ഞു. പരിയിൽ വന്നിട്ട് ഭയങ്കര ബഹളായി. പോണില്ല എന്ന് പറഞ്ഞതാണ്, പിന്നെ ജിന്നെ പറഞ്ഞയച്ചതാണ്. ഭാര്യയ്ക്ക് വിശ്വാസം കൂടി, അതിന് ചിലവൊന്നുമില്ലല്ലോ, ചെറിയൊരു പണിയിലുള്ളൂ, വേഗം വയറിളക്കാനുള്ള മരുന്നൊക്കെ വാങ്ങി വയറിളക്കി, നാലോണം ഇളക്കി, വണ്ടി കയറി. സമാധാനമായി ഇത് കരുതിയയാൾ വണ്ടി കയറി മണ്ണാർക്കാട്ടേക്ക് വരുമ്പോൾ വീണ്ടും വയറിളക്കം വന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങി അദ്ദേഹം ഒരു തോട്ടിൻ്റെ സമീപത്ത് പോയി മലമൂത്ര വിസർജനം നടക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ആ തോട്ടിലൂടെ നഷ്ടപ്പെട്ട മൂരി ഇങ്ങനെ കിതച്ച് വരുന്നുണ്ട്. അതാ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തല്ലേ കടുങ്ങാത്തുണ്ടിൻ്റെ പരിസര പ്രദേശത്ത് നടന്നൊരു സംഭവം. പഴമക്കാർക്കൊക്കെ അത് അറിയുന്ന സംഗതിയല്ലേ. മഹാനായ പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഒരു കറാമത്ത്. ഒരു പെണ്ണ് കുളിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നും ചൂളം വിളി കേൾക്കാൻ. സ്ഥിരം ചൂളം വിളി കേട്ടപ്പോൾ ഭർത്താവിനോട് വിവരം പറഞ്ഞു, ഇന്ന ആരോ ശല്യം ചെയ്യണമെന്നുണ്ട്, ഉടനെ നാളെ നീ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ വരാം. പോയി മാറി നിന്നു. അപ്പോഴും ചൂളം വിളി കേട്ടു. ധൈര്യമുണ്ടെങ്കിൽ കയറടാന്ന് പറഞ്ഞു ഭർത്താവ്. മറഞ്ഞു നിന്നിട്ട് ആണ് കയറി. ഒരു പാമ്പ് വന്നിട്ട് ആ ചെറുപ്പക്കാരി പെണ്ണിനാണ്ട് ചുറ്റി കണ്ണിൻ്റെ അവിടെ തല വെച്ചിട്ട് കണ്ണിന്ന് വരുന്ന കണ്ണുനീർ തുള്ളികളിങ്ങനെ കുടിക്കുക. ഇവൾ പറഞ്ഞു, എന്നെ വെടിവെക്കണം,
അംബാസഡർ കാറിൽ പാണക്കാട്ടേക്ക് കൊണ്ടുപോയി. പൂക്കോയത്തങ്ങളിത് കണ്ടപാടെ പറഞ്ഞു, വിളിച്ചു വരുത്തി കയറ്റിയതാണ്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. 2 കീരികൾ പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് കഴുത്തിനും പിടിച്ചു, ഒന്ന് വയറിനും പിടിച്ച് കൊന്നൻ കളഞ്ഞു. ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിൽ നിന്നും കേട്ട കഥയാണ്. ഞങ്ങളുടെ ഗുരുവാണ്, നമ്മുടെ നേതാവാണ്, സമസ്തയുടെ അജയ്യരായ ജനറൽ സെക്രട്ടറിയാണ്. PKK ബാവ സാഹിബിൻ്റെ നാട്ടിൽ കാപ്പാട് ഐനുൽ ഹുദ യത്തീംഖാനയിൽ ഞങ്ങൾക്കൊന്നിച്ചുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഉസ്താദ് പറഞ്ഞതും പഴമക്കാർ പറഞ്ഞതൊക്കെ കേട്ട നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. ഒറ്റപ്പാലത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ലക്കിടി എന്നാണ്. ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ ചേറുൾപ്പെടെ നയിച്ച പോരാളികൾക്ക് ഏലസെഴുതി എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അസറസ്കാരത്തിന് സമയമായി. ട്രെയിൻ നിർത്താൻ പറഞ്ഞു, നിർത്തിയില്ല. വടിയെടുത്തിട്ട് ഒരൊറ്റ അടിയ വണ്ടിയാൻ നിന്നു. ഭാരതപ്പുഴയിൽ ഇറങ്ങി ഉളൂ ചെയ്തു, നിസ്കരിച്ചു. വടിയെടുത്തിട്ട് വീണ്ടും മടിച്ചു, വണ്ടി പോയി. ഹിന്ദിയിൽ ലക്കിടി എന്ന് പറഞ്ഞാൽ ഊന്നുവടി എന്നർത്ഥം. ഊന്നുവടിയാണ്. അതാ ഇങ്ങനെ കുറേ കോഡ് ഭാഷകളുണ്ട്, കുറേ സംഗതികളുണ്ട്. ഇത് ഔലിയാക്കൾക്കല്ല കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇത് എങ്ങനെ ചില സംഗതികളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ വെളിയങ്കോട്ടൊരു മഹാനാണ് പൂക്കോയാൻ്റെ റൂഹ പോകുന്നു എന്ന് പറയുന്നത്. അതാണ് പൂക്കോയാൻ്റെ റൂഹ പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി CM തങ്ങൾ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവർ മണ്ണാർക്കാട്ടെ ബാപ്പു മുസ്ലിയ എന്ന് പറയുന്ന മഹാനുണ്ട്. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളാണ്. മടവൂരിൽ അദ്ദേഹം മുദരിസായ സമയത്ത് 1000 ഉറുപ്പിക എടുത്തിട്ട് വേഗം പെരീക്ക് പോയിക്കോളും, വേഗം വീട്ടിലേക്ക് പോയിക്കോളും. മുണ്ടേക്കാരാട് താമസിക്കുന്ന ബാപ്പു മുസ്ലിയാരോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. മൂപ്പര് വീട്ടിലേക്ക് വന്നു, കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട് നിന്ന് അന്ന് കോഴിക്കോട് പാലക്കാട് ബസ്സില്ല, പെരിന്തൽമണ്ണക്ക് വന്നു. പെരിന്തൽമണ്ണത്ത് വേറൊരു ബസ്സിൽ കയറിയപ്പോൾ ഒരാൾ ചോദിക്കാണ്, ഉമ്മ മരിച്ച വിവരം അറിഞ്ഞിട്ട് വരാണില്ലേ? ഉമ്മ മരിച്ച വിവരം അറിയണത് പെരിന്തൽമണ്ണെന്നാ. അതാ. അപ്പോൾ ഈ 1000 രൂപയാണ് മയ്യത്ത് പരിപാലനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായി വന്നത്. ഈ 1000 രൂപയാണ് എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരാണ്. അദ്ദേഹം മുണ്ടേക്കരാട് സ്വദേശിയാണ്. മണ്ണാർക്കാട് ടൗണിൻ്റെ അടുത്തുള്ള പള്ളിയിൽ ദീർഘകാലം ഖത്തീബായി സേവനം ചെയ്ത ഒരു സൂഫി വര്യരാണ്. സ്വാലിഹായ മനുഷ്യനാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് അബുൽ ഇൽമൈൻ എന്ന പേരുണ്ട്. തരീഖത്തുകളുടെ സർവ തരീഖത്തുകളുടെയും ഷെയ്ഖ് എന്ന് പേരുണ്ട്. അഷ്ശൈഖുൽ കബീർ എന്ന് പേരുണ്ട്. വലിയ ഷെയ്ഖാണ്, വലിയ പണ്ഡിതനാണ്. ഉസ്താദുൽ ജമാഅ, എല്ലാവരുടെയും ഉസ്താദ്, സർവരുടെയും ഉസ്താദാണ് ബഹുമാനപ്പെട്ടവർ. അതെ, ബഹുമാനപ്പെട്ടവരുടെ മുദ്രാവാക്യം ഇതായിരുന്നു, അല്ലാഹുമ്മ ലാ ഗൈശ ഇല്ലാ ഗൈശുൽ ആഖിറ. അതാണ് സ്ഥിരം നല്ലോണം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ നമ്മളെ ഈ പരിസരത്ത് തന്നെ ഉണ്ടല്ലോ. പൂതിപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. പൂതിപ്പാപ്പ, പെണ്ണെട്ടാം പൂതി കായില്ലാത്ത കേട്. അതായിരുന്നു. പെണ്ണെട്ടാം പൂതിയുണ്ട്, പക്ഷേ മഹറൊക്കെ കൊടുക്കണ്ടേ? എന്താണ്, ജോലിയൊന്നുമില്ല, പണിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ വീടൊക്കെ വേണ്ടേ, സൗകര്യം വേണ്ടേ, 2 പവനിലും കൊടുക്കണ്ടേ? അതിനൊരു കായില്ല. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം എങ്ങനെയായിരുന്നു? പെണ്ണെട്ടാം പൂതി കായില്ലാത്ത കേട്. എന്താണത്? ഊറികളെ കല്യാണം കഴിക്കണം, സ്വർഗത്തിൽ കഴിയണം. എൻ്റെ അടുത്ത് അമലില്ല, എൻ്റെ അടുത്ത് ഒന്നുമില്ല. അതാ കായില്ല, എൻ്റെ അടുത്തൊന്നുമില്ല. അങ്ങനെ മുദ്രാവാക്യം. ഒന്നുമില്ല, എൻ്റെ അടുത്തൊന്നുമില്ല. അതാണ് മഹാന്റെ മുദ്രാവാക്യം. ഇതാണ് അല്ലാഹുമ്മ ലാ ഐശ
ജീവിതമില്ല, ഇല്ല ഐശുൽ ആഖിറ, പരലോകത്ത് ജീവിതമല്ലാതെ ജീവിതമില്ല. ബഹുമാനപ്പെട്ടവർ വിവാഹം കഴിച്ചു. അമ്മാമൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. ആദ്യ ഭാര്യയുടെ പേര് ഖദീജ എന്നായിരുന്നു, ഫാത്തിമ, സൈനബ. 2 മക്കളുണ്ടായി. ആദ്യ ഭാര്യ മരണപ്പെട്ടു. ആദ്യ ഭാര്യ മരിച്ചു. മരണപ്പെട്ടപ്പോൾ ഭാര്യയുടെ സഹോദരി ആബിദയെ തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ജ്യേഷ്ഠൻ 2 കുട്ടികൾ. ആ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്താകുന്നു, വിവാഹം കഴിക്കേണ്ടി വരും. ബാപ്പാക്ക് മരുമകളോട് ഇഷ്ടമാണ്, ഉമ്മാക്കും ഇഷ്ടമാണ്. കാരണം വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു. 2 കെട്ടു കുട്ടികളുമുണ്ട്. അപ്പം പറയടാ, അജ്ജത്താത്താനെ കെട്ടണം. ഞങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്, അബ്ദുസ്സമദ് ഫൈൽ തരിഷ്, കരുവാരക്കുണ്ട് തരിഷാണ്. നല്ല പണ്ഡിതനാണ്, നല്ല ചിന്തകനാണ്. ജാമിയ നൂരി അറബിക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ജ്യേഷ്ഠൻ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു. 2 കുട്ടികളുണ്ട്. വീട്ടുകാരൊക്കെ പറഞ്ഞു, കെട്ടാൻ പറഞ്ഞു. എൻ്റെ സമദുസ്താദിനോട് പറഞ്ഞു കെട്ടാൻ. ഞങ്ങളോട് പറഞ്ഞു, ചെറിയ നിക്കാഹാണ്, നിങ്ങളെ ക്ഷണിക്കുന്നില്ല. അങ്ങനെ വേണ്ടി വരുന്നേ ജീവിതം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ, അങ്ങനെ ഉദാഹരണങ്ങളുണ്ട്. അതെ, സ്വന്തം ജ്യേഷ്ഠൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി ത്യാഗം ചെയ്യുന്നു. ഇത് ബഹുമാനപ്പെട്ട സഹോദരിയെ ആബിദ എന്നവരെ അവിവാഹം കഴിച്ചു. സ്വാലിഹ് ഖുതുബുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു മോൻ അതിൽ ജനിക്കുകയും ചെയ്തു. പക്ഷേ ആ പൊന്നുമോൻ മരണപ്പെടുകയും മഹാനവറുകളുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു. 2 പെൺമക്കളെ വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ആൺമക്കളാണ് വിവാഹം കഴിക്കുന്നത്. അമ്മാമൻ്റെ 2 മക്കളെ അവരെന്തായി വിവാഹം കഴിച്ചു. അങ്ങനെ ദിഫാഇ പരമ്പര വളർന്നു. മഹാനവറുകളുടെ ജീവിതം വലിയ ജീവിതമാണ്, വലിയ ദാഴിയാണ്. മൃഗങ്ങളെ നമ്മളൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ നമ്മുടെ മഹാന്മാർ പറയും, എന്തെങ്കിലും ശല്യങ്ങളുണ്ടെങ്കിൽ, പാമ്പ് തേള് ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പാമ്പിനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇഫാൻ ശേഖ് തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക അല്ലെങ്കിൽ യാസീൻ ഓതുക. എന്താ, പാമ്പുകളോട് മൃഗങ്ങളോട് ഒക്കെ ഇണങ്ങിയിരുന്നു. പഴയകാലത്ത് എണ്ണ ആട്ടുന്നത്, പശുവിനെ വെച്ച് എണ്ണയാട്ടുന്നു, ആട്ടിക്കൊണ്ടിരിക്കുന്നു. അന്ന് അങ്ങനെയായിരുന്നു. ആ പശുവിനെ ഒരു സിംഹം തിന്നു. മഹാനവറുകൾ വന്നപ്പോൾ കണ്ടത് പശുവിനെ ഭക്ഷിച്ച സിംഹത്തെയാണ്. മഹാനായ റിഫായി ഷേഖ് പറഞ്ഞു, ഇനി പശു ചെയ്ത പണി ഇജ്ജെടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ സിംഹമാണ് എന്താകുന്നത്? അതൊക്കെ ഉണ്ടാകുന്നേ. സഫീനത്ത് റളിയല്ലാഹു തആല അൻഹു കാട്ടിൽ അകപ്പെട്ടു. കൂട്ടം തെറ്റി ഒരു സിംഹം വായ് പിളർന്നു വന്നു. സഫീനത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വായ് പിളർന്നു വന്നപ്പോൾ സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെ തിന്നുന്നായി, ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളാണ്. വായ് പിളർന്നു വന്ന സിംഹം വായ കൂട്ടി. വായ് പിളർന്നു വന്ന സിംഹം അങ്ങനെ മുതുക് കാണിച്ചു കൊടുത്തു, കയറാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. കാട്ടിനകത്ത് അകപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി കൂട്ടുകാരുടെ അടുത്തേക്ക് വഴിതെറ്റിയ സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ഇതുണ്ടാവുന്നേ ഇല്ലേ? നമ്മൾ നെറ്റിലടിച്ചാൽ തന്നെ അയ്യപ്പനും വാവനും എന്നുള്ള ഇത് കടിച്ചാൽ അതിൽ കിട്ടുന്ന ഒരു കഥ ഉണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ അയ്യപ്പ ഇത്ര വിഷമം? രാജാവിൻ്റെ ഭാര്യക്ക് സുഖമില്ല. പൊലിപ്പാലിൽ ചില മരുന്നുകൾ ചേർത്തി കുടിക്കണം. അതാണ് കൊട്ടാര വൈദ്യന്മാർ ചികിത്സ കൽപ്പിച്ചിട്ടുള്ളത്. എന്നോടുള്ള
കായംകുളം രാജാവ് എന്നോട് വലിയ ഇഷ്ടമാണ്. ആ സ്നേഹം ഇല്ലാതിരിക്കാൻ അയ്യപ്പൻ വിചാരിച്ചാൽ അത് നടക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നെ ഒഴിവാക്കാനുള്ള പണിയാണ്. അങ്ങനെ ഉണ്ടാകുമല്ലോ. ചിലപ്പോൾ എന്താകും, ഓൻ വിചാരിച്ചാൽ നടക്കും, നടക്കാത്തൊരു കാര്യം ഏൽപ്പിക്കന്നെ. അപ്പോൾ അതിലുള്ള വിഷമമാണോ? അതാണോ പ്രശ്നം? ആ അതന്നെ. എന്നാൽ പുലിനെ ഞാൻ ഇപ്പോൾ വരുത്താറുണ്ട്. പുലിനൻ വരുത്തി, പാല് ചെലുത്തുന്ന പുലിനൻ വരുത്തി ആണ് കയറിയിട്ടോ എന്നു. പുലിപ്പുറത്താണ് കയറി, കൊട്ടാരത്തിലേക്കാണ് പോയി. പശുവും ആ പുലിപ്പാലൻ പാർന്നു കൊടുത്തു. എന്താ പുലിപ്പാല് തന്നു, തിരിച്ചു വന്നു, കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. രോഗം മാറിയാലും എന്ത് വേണം? അത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, എന്നെ കാണാൻ വരുന്നവർ നിങ്ങളെ കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു അയ്യപ്പൻ. അതാ, എന്നെ കാണാൻ വരുന്നവർ നിങ്ങളെ കണ്ടിട്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ടാണല്ലോ എരുമേലിയിലെ ബാബർ പള്ളിയിൽ പോയിട്ട് അവർ തുള്ളി അവിടുത്തെ സാധനങ്ങളും സൗഹൃദം എല്ലാം അവിടെയല്ലേ, എന്നിട്ടാണ് പോകുന്നത്. അല്ലാത്തവരുമുണ്ട്, അധിക പേരും അവിടെ പോയിട്ടാണ്. ഇതെങ്ങനെ സംഭവിക്കണതാ? ഇതന്നെ സംഭവിക്കണതേ. ഇതൊക്കെ നടക്കുന്നേ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഅ. അല്ലാഹനെ ഭയപ്പെട്ടാൽ സർവവും അവന് പേടിക്കുന്നേ. ഉറക്ക് കൈലൂലത്തിൻ്റെ ഉറക്ക് മാത്രമാണുള്ളത്. ഇമാം ദിഫാഇ തങ്ങൾക്ക് കൈലൂലത്തിൻ്റെ ഉറക്ക്, ളുഹറിൻ്റെ മുമ്പുള്ള ആ കുറഞ്ഞ സമയത്തുള്ള ഉറക്ക്. രാത്രികളിൽ ഖുർആൻ പാരായണമാണ്. സർവജീവികളോടും, അതേ രോഗത്തിൽ കിടക്കുന്ന പ്രാണികളും മറ്റുകൊണ്ട് പുഴുക്കളൊക്കെ അരിച്ചുകൊണ്ടിരിക്കുന്ന സർവജീവികളോടും കാരുണ്യമാണ്, വൃത്തിയാക്കുകയാണ്. കുട്ടിക്കാലത്ത് മഹാനായ അഷേഖ് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ ഉസ്താദ് ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, ശിഷ്യഗണങ്ങളെ, നിങ്ങളെല്ലാവരും 2 മരം കൊണ്ടുവരണം, 2 മരത്തിൻ്റെ ചെടികൾ കൊണ്ടുവരണം. എല്ലാവരും കാട്ടിലേക്ക് പോയി മനോഹരമായ ചെടികളുമായി വരുമ്പോൾ കൈ വീശി വരികയാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ. കൈ വീശി വരികയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷേ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ചെടി കിട്ടിയില്ല. ചോദിച്ചു, എന്തേ ചെടികൾ കിട്ടിയില്ലേ? എല്ലാവരും കൊണ്ടുവന്നല്ലോ. ഞാൻ തൊടുന്ന ചെടികളൊക്കെ അല്ലാഹുവിന് തസ്ബീഹ് ചെല്ലുന്ന ചെടികളാണ്. ഞാനത് മുറിച്ചാൽ, ഞാനത് പിഴുതെടുത്താൽ അല്ലാഹുവിന്റെ ദിക്റുകൾ മുടങ്ങിപ്പോകുമെന്ന് ഭയപ്പെട്ടിട്ട് ഞാൻ ചെടികൾ പറിച്ചില്ല. എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതാ, സർവം അല്ലാഹ്ക്ക് എന്താകുന്നുണ്ട്? തസ്ബീഹ് ചെല്ലുന്നുണ്ട്. എനിക്കതിന് സാധിച്ചില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. ഹബീബ് തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിച്ചു. സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹമാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളും ഇതാ ഒരുപാട് അനുചരന്മാരും ഹജ്ജിന് പോകുകയാണ്. വിശുദ്ധ മദീനയിലേക്ക് എത്തുകയാണ്. സുബ്ഹാനല്ലാഹ് ചൊല്ലു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്കും മദീനയിൽ പോകാൻ നീ അവസരം ഒരുക്കി തരണേ റബ്ബേ. ഹബീബിന്റെ ചാരത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഉമറുൽ ഫാറൂഖ് തങ്ങളോടും സലാം പറയാൻ, ഉഹദ് ശുഹദാഇനോട് സലാം പറയാൻ, ജന്നത്തുൽ ബഖീൽ നിന്ന് വിശ്രമം കൊള്ളുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ ബീവിയും മൈമൂന ബീവിയും അല്ലാത്ത മുത്തുനബിയുടെ ഭാര്യമാരോട് സലാം പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. പോണ്ട് എന്നറിഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാവല്ലോ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോണ്ട്, നിങ്ങൾ പോണ്ടില്ല, എന്നാൽ ഞാനുണ്ട്, അങ്ങനെ ഉണ്ടാവും.
അങ്ങനെ ഉണ്ട് ആളിൽ കൂടി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് എത്തുമ്പോൾ ചെരുപ്പൂരിട്ടാണ് ബഹുമാനം. ചെരുപ്പൂരിട്ട് ശരീരത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിക്കാൻ പോയപ്പോൾ ഫഹ്ലയിലേക്ക രണ്ട് ചെരുപ്പ് വരുന്നു പറഞ്ഞു. ചെരുപ്പാണ് വരണമെന്നാ. അപ്പം എന്താ ഒന്നുമില്ലാതെ കണ്ട് പോവുക. ചെരുപ്പുമില്ല, ഒന്നുമില്ല. ചെരുപ്പുണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില ചെരുപ്പുണ്ടെങ്കിൽ എന്താവും, കിബർ എന്തെങ്കിലും വന്നാലോ അതന്നെ. പല കാരണം ഉണ്ടാവും. അപ്പോൾ ചെരുപ്പ് അത് നല്ല ഇങ്ങനെ ഒന്നുമില്ല, ഒക്കെ ഖാലിയായിട്ട് അങ്ങനെ. ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റക്കോയത്തങ്ങൾ, വെല്ലൂരിനടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പൂക്കോയത്തങ്ങൾ പാപ്പാൻ്റെ വെല്ലിപ്പാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഉമർ അലി തങ്ങളും ഞാനും പോയി. ആര് പോയി? സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പറയാൻ ഞാനും പോയിരുന്നു. അന്തമാൻ ഞങ്ങളവിടെ വെല്ലൂർ പോയപ്പോൾ ഞങ്ങളവിടെ പോയി. പൊങ്കനൂർ സർഫൂൻ്റെ അവിടെ പരിപാടി പോകും. അപ്പോൾ ഉമർ അലി തങ്ങൾ കുറേ ദൂരത്ത് തന്നെ ചെരുപ്പൂരി. ഉമർ അലി തങ്ങൾ ചെരുപ്പൂരിയപ്പോൾ ഞാനും ഊരിയപ്പോൾ എൻ്റെ ഒപ്പമുള്ളവർ ഊരി. അതൊരു അദബാണ്. അതന്നെ നമ്മൾ അദബൊക്കെ എന്താകണം, പാലിക്കണം. നമ്മളൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് അദബൊക്കെ എടുത്തു വെക്കണം. സലാമു അലൈക യാ ജദ്ദി, പാപ്പ അങ്ങയുടെ മേൽ അല്ലാഹുവിൻ്റെ സലാമുണ്ടാകട്ടെ. വഅലൈക്കുമുസ്സലാം യാ വലദി. അതാ മറുപടി. ഇവിടുന്ന് വരാണ്, കേൾക്കുകയാണ്. പിന്നെ അപ്പോൾ കേൾക്കുമെന്ന് കേൾക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ മയ്യത്തുമായിട്ട് നിങ്ങൾ പോകണം റൗള ശരീഫിനരികെ. എന്നിട്ട് നിങ്ങൾ വിളിച്ചു പറയണം, ഇത് അബൂബക്കറിന്റെ മയ്യത്താണ്. നബിയെ അങ്ങയുടെ അടുത്ത് കിടത്താൻ സമ്മതമുണ്ടോ? ചോദിക്കണമെന്ന അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിച്ചോളൂ. അതാ മറുപടി ഉണ്ടാകുന്നേ, ഇല്ലാന്നെങ്ങനെ പറയുന്നത്? അതെ, ഉണ്ടാവും. മറുപടി വന്നു അതന്നെ. എന്നിട്ടോ മഹാനവകൾ ചൊല്ലി, ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി. അതാ ഫി ഹാലത്തിൽ ബുഅദ് ബഈദ്, ദൂരമായ ആ സ്ഥലത്ത് വെച്ച്, റൂഹി എൻ്റെ ആത്മാവ്, കുന്തു ഉർസിലുഹ നബി അങ്ങയുടെ മേൽ സ്വലാത്തിനെ അങ്ങനെ അയച്ചിരുന്നു. ആത്മാവുമായിട്ട് ഇങ്ങനെ സലാത്ത് നമ്മൾ ചൊല്ലണം. നമ്മൾ ചൊല്ലു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. പറയൂ, സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്. അതെ, അപ്പോൾ അവിടെ രേഖപ്പെടുത്ത ആരെ പേരൊക്കെ നിങ്ങൾ, എൻ്റെ പേര് മാത്രമല്ല, മുഹമ്മദ് കുട്ടി എന്ന് മാത്രമല്ല, ഉസ്താദിൻ്റെ പേര് അബ്ദുൽ ജലീൽ അൻവരി അല്ലേ? ജാബിർ അൻവരി. ജാബിർ വാപ്പാൻ്റെ പേരുണ്ടാവും, ഷാഫി മാസ്റ്ററുടെ വാപ്പാൻ്റെ പേരുണ്ടാവും. വാപ്പാൻ്റെ പേര് കൂട്ടിയിട്ടാണ് എന്താകുക അവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ വാപ്പാനായിട്ട് നല്ല എന്ത് വേണം? താല്ലുക്ക് വേണം. വാപ്പാനേറ്റും വേണം, ഉമ്മാനേറ്റ് നല്ലോണം വേണം, ഒക്കെ വേണം. അങ്ങനെ അപ്പോൾ എപ്പോഴും സലാത്ത് ചെല്ലണം. അപ്പോൾ ഞാൻ കുറേ ദൂരത്ത് നിന്നാണ് വരുന്നത്. അവിടെ വെച്ചുകൊണ്ട് എൻ്റെ റൂഹ് അങ്ങയുടെ അടുത്തേക്ക് ഇതാ സലാമിനെ അയച്ചിരുന്നു. തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. എൻ്റെ റൂഹ്, ഞാൻ തടിയോടല്ല വന്നത്, എൻ്റെ റൂഹ് ഇവിടെയായിരുന്നു. എൻ്റെ റൂഹ് തുഖബ്ബിലുൽ അർള, ഈ മദീന ഭൂമിയെ
ചുംബിച്ചിരുന്നു അന്നി, എനിക്ക് പകരമായിട്ട്. വഹിയ നായിബത്തിയത് എൻ്റെ പകരം റൂഹ് വന്നിട്ടാണ് നബിയെ അങ്ങയോട് സലാം പറഞ്ഞിരുന്നത്. ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത്, ഇതാ ശരീരത്തിന്റെ ഊഴമാണിത്, തടിയോടുകൂടെയാണ് വന്നത്. ഖദ് ഹളറത്, തടിതാ തീർച്ചയായിട്ടും ഹാജരായിരിക്കുന്നു. എന്റെ റൂഹല്ല, റൂഹും തടിയും ഉണ്ട് നബിയെ. ഫംദുദ് യദൈക്, അങ്ങയുടെ രണ്ട് കയ്യില് നീട്ടിത്തരൂ നബിയെ. എന്തിനാണ്? ലികൈ തഹ്ലാ ബിഹാ ശഫതി, എന്റെ രണ്ട് ചുണ്ട് ആ കയ്യിൽ ഒന്ന് വെച്ചിട്ട് ഭാഗ്യം ലഭിക്കാൻ വേണ്ടി, ഭാഗ്യം കിട്ടാൻ വേണ്ടി കൈ നീട്ടണേ എന്ന് പറഞ്ഞപ്പോൾ കൈ നീട്ടുകയാണ്, ഉമ്മ വെക്കുകയാണ്. അല്ലേ? ഇതൊക്കെ റിഫായി ഷേഖ് തങ്ങളുടെ ഇതിൽ ചരിത്രം ഇനി വിശ്വാസം നിങ്ങൾ മൊബൈൽ ഫോണിലൊന്ന് അതിനെ അടിച്ചു കഴിഞ്ഞാൽ എന്താകും? ഈ ബൈത്തും ഈ സംവിധാനങ്ങളും അവിടെ ഹാജരായ, എവിടെ മഹാൻ്റെ കൂടെ ഹാജരായ മഹാന്മാരുടെ പേര് സഹിതം അവിടെ ഉണ്ട്, രേഖ. അപ്പം അങ്ങനെ കൈ നീളാതിരിക്കുമോ? ഇല്ലേ? അതൊക്കെ അതൊക്കെ ചെയ്യൂലേ? ഇല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേറാജിൻ്റെ യാത്രയിൽ ഒന്നാം ആകാശത്ത് ആദൻ നബി, രണ്ടാം ആകാശത്ത് യഹിയാ നബി, ഈസാ നബി, ഓരൊക്കെ മരിച്ചു പോയില്ലേ? കൈ കൊടുക്കേണ്ടടുത്ത് കൈ തടിയേറ്റ് വരണമെങ്കിൽ നമ്മൾ ഖബറിൽ വന്ന തടിയോടുകൂടല്ലേ വരുന്നത്? നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ചോദ്യം മർ റബ്ബുക, നിന്റെ റബ്ബാരാണ്? റബ്ബി അല്ലാഹ്. വമാ ദീനുക, നിന്റെ ദീനേതാണ്? ദീനിയൽ ഇസ്ലാം. എന്നിട്ട് മുങ്കർ നക്കീർ അലൈഹിമസ്സലാം കൊണ്ടുവരില്ലേ? മാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീക്കും, കയ്യല്ല തടിയോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരില്ലേ? നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഇദ്ദേഹം ആരാകുന്നു? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ് മറുപടി. മുഹമ്മദ് ആണ് കാണുന്നേ, സ്വഹിയായ ഹദീസല്ലേ ഇത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബജ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാണാത്ത ഒരാളെ കുറിച്ച് ഇപ്പം പഴയ ആളുകൾക്കൊക്കെ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി പൈസയാണെന്നറിയാം. ആ തൊപ്പിട്ട കുട്ടി ഒന്ന് എഴുന്നേറ്റുന്ന ഇപ്പം നാടാട് കാണുമല്ലേ? അതന്നെ. ആരെങ്കിലും ചോദിച്ചിട്ട് കണ്ടപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്നിപ്പോൾ പറഞ്ഞതല്ലേ? എൻ്റെ മുമ്പ് അറിയില്ലല്ലോ. ഇല്ല. പക്ഷെ കാണാത്ത ഒരാളെ കുറിച്ചാണ് ഇത് നബിയാണ്, മുഹമ്മദ് നബിയാണ്. ഇജ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത ഒരാളെ കുറിച്ച് എങ്ങനെ മനസ്സിലായി? ആമൻതു ബില്ലാഹി, അള്ളാഹിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. വഖറഅതു കിതാബല്ലാഹ്, അള്ളാഹിൻ്റെ ഖുർആനിനെ ഞാൻ ഓതുകയും ചെയ്തു. അതിനെ അപ്പോൾ തടിയോടുകൂടെ ഖബറിൽ വരും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയിൽ എല്ലാ പ്രവാചകന്മാരെയും ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും കഴിഞ്ഞ പോലൊക്കെ കൊണ്ടു. അവർക്ക് മുമ്പ് ഇമാമായി നിസ്കരിച്ചു. പിന്നെ 7-ാം ആകാശത്തേക്ക് പോകാണ്. 1-ാം ആകാശത്ത് ആദൻ നബി, 2-ാം ആകാശത്ത് യഹിയാ നബി, ഈസാ നബി, 3-ാം ആകാശത്ത് യൂസുഫ് നബി, 4-ാമത്തെ ആകാശത്ത് ഇദ്രീസ് നബി, 5-ാം ആകാശത്ത് ഹാറൂൻ നബി, 6-ാം ആകാശത്ത് മൂസ നബി, 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി. അവൻ്റെ കയ്യട് കബറ് പൊളിച്ച് നീട്ടിയെന്ന ചോദ്യം. തടിയോട് വേണ്ടതെന്താകും? തടിയോട് കൂടെ കൊണ്ടുവരും. ആവശ്യമുള്ളത് അതന്നെ, അത് കിട്ടും. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കള്ളുകൊണ്ടൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടേ, കള്ളാണ് നിഫായുധങ്ങളടുത്ത് മദ്യം കൊണ്ടുവന്നു. മദ്യം കൊണ്ടുവന്നവരോട് കുടിക്കാൻ പറഞ്ഞു. ചില ആളുകളുണ്ടാവില്ല, നല്ല മനുഷ്യന്മാർക്ക് അന്നും ഇന്നൊക്കെ എതിരാളികളുണ്ടാവും. എങ്ങനെയെങ്കിലും എന്താകണം, എന്നിട്ട് എന്താകണം? കള്ളു കൊടുത്തു, കള്ളു കുടിച്ചു, അതിൻ്റെ പ്രചരണം നടത്തണം. പോയില്ലേ? ന്യൂനത നോക്കാനല്ലേ ആളുകൾ കൊണ്ടുവന്നവനോട് ഞാൻ കുടിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു ഞാൻ കുടിക്കൂലാണ്, ഇത് കള്ളാണെന്ന് പറഞ്ഞു. കുടിക്കൂ പറഞ്ഞു. വായിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത് തേനായിട്ട് മാറി. അങ്ങനെ സംഭവങ്ങൾ. അവിടെ കൂടിയ ആളുകൾക്കൊക്കെ തേനാണ് നൽകി. അങ്ങനെ സംഭവം. അതൊക്കെ വേണ്ട മാതിരി ഉണ്ടാകുകയും
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയല്ലേ? ഇല്ലേ? പേരക്കുട്ടിയല്ലേ? വെള്ളമല്ല നബിയെ, കുടിക്കാൻ വെള്ളമല്ല, ഒന്നുമില്ല. ആരടുത്തേലും കുറച്ച് കപ്പ് വെള്ളം ഉണ്ടോ വെച്ചാൽ ഉണ്ട് പറഞ്ഞു. ഇട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. കയ്യാനിട്ടു. കയ്യനിട്ടപ്പോൾ എന്തായി? വെള്ളം വന്നു. അവരുടെ പേരക്കുട്ടിയല്ലേ? അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഇവരൊക്കെ അഖിലുബൈത്തിൽപ്പെട്ട മഹാന്മാരാണ്. അവരെ നാം സ്മരിക്കുക, അവരെ സ്നേഹിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇങ്ങനെയാണ്: മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത ഷഹീദാ. അഖിലുബൈത്തിനെ സ്നേഹിച്ചവനായിട്ട് വല്ലവനും മരണപ്പെട്ടാൽ അവൻ ഷഹീദായ നിലയിൽ മരണപ്പെട്ടു. അഖിലുബൈത്താണ്, ഗൗസുൽ ആലം അഖിലുബൈത്താണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അഖിലുബൈത്താണ്. അവരെ സ്നേഹിച്ചാൽ ഷഹീദിൻ്റെ മരണം. അലാ അറിയപ്പ് വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖിലുബൈത്തിനെ സ്നേഹിച്ചവനായ നിലയിൽ വല്ലവനും മരണപ്പെട്ടാൽ മാത മുഅ്മിനായ നിലയിൽ അവൻ മരണപ്പെട്ടു. അലാ അറിയപ്പ് വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖിലുബൈത്തിനെ സ്നേഹിച്ചവനായ നിലയിൽ വല്ലവനും മരണപ്പെട്ടാൽ മാത തായിബ, തൗബ ചെയ്തവനായ നിലയിൽ അവൻ മരണപ്പെട്ടു. മഗ്ഫൂറൻ ലഹു, ദോഷം പൊറുക്കപ്പെട്ട നിലയിൽ അവൻ മരണപ്പെട്ടു. സ്നേഹം ഉണ്ടാകുമ്പോൾ തന്നെയാണ് എന്താകുന്നത് പോലെ പറയുന്നത് ഇല്ലേ? യാറത്തിൽ ഏതെങ്കിലും പുത്തമ്പള്ളി യാറത്തിൽ അതിലൊരു ചെറിയൊരു ഒരു പച്ചക്ക ഇത് അത് വലിയ പ്രശ്നമാണ്. പുത്തമ്പള്ളി യാറത്തിലാണത് അല്ലേ? പെരുമ്പടപ്പ് മമ്പറത്തുനിന്ന് അത് വണ്ടിയിൽ വെക്കാൻ വേണ്ടി തന്നതാണ്. മമ്പറത്തെ പറ്റില്ല, മമ്പറത്തെ പറ്റൂല, പുത്തമ്പള്ളിയിലെ പറ്റൂല, എന്നും പറ്റൂല. എന്നാലോ ഇപ്പം സകല അരീക്കോട് ഭാഗത്തൊക്കെ പോയാൽ സകല വണ്ടിയിലും അർജൻറ്റീനൻ്റെ 2 നാടകളാണ്, ഓട്ടോറിക്ഷയിലും കാറിലും. അത് ചില കഷ്ണം വെക്കണതിന് കുഴപ്പമില്ല. ബ്രസീലിൻ്റെ കുപ്പായ കഷ്ണം വെക്കണതിന് കുഴപ്പമില്ല. മെസ്സി ആകുന്നതിന് കുഴപ്പമില്ല ഇല്ലേ? താരങ്ങളാണ് അത് അതൊന്നുമില്ല. അവിടെ ഒരു അത് ശിർക്കായി പോയി. ശിർക്ക് ഇത് ശിർക്കല്ലേലും ഇത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതല്ലേ? നിങ്ങൾ ഇതിൻ്റെ ഈ കുപ്പായത്തിൻ്റെ ഈ കഷ്ണം ഇതാണ് കൊടുക്കുകയും ഇതാണ് കൊടുത്തിട്ട് കുഞ്ഞുമാനാജി ഒരു പ്രസംഗത്തിലാണല്ലോ, ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ഷേഖിൻ്റെ അനുസ്മരണ കേട്ടോ. ഇത് പുത്തമ്പള്ളി എന്ന് പറയുമ്പോഴത്തേന് പുത്തമ്പള്ളിയിലത്തെ ഒരു പ്രതിനിധി അതല്ലേ? പുത്തമ്പള്ളി കുഞ്ഞുമോനാജി എൻ്റെ വലിയ ഹബീബ. ഇതങ്ങനെ തന്നെയാണ്. ഇത് വേറൊരാളെ പറയുമ്പോഴത്തേന് അയാൾ വെട്ടത്തൂരിന് അയാൾ പോണ്. ഇങ്ങനെ തന്നെ ഇതിൻ്റെ കണക്ഷൻ്റെ റൂഹിട്ടല്ലോ. റൂഹിയായ ബന്ധം തന്നെ ഭയങ്കര സംഭവമാണ്. ഇവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. കിടന്നുറങ്ങണ നേരത്ത് എന്ത് ചെയ്യുക? ഒരു ഫാത്തിഹ ഇഫാൻ ഷേഖിൻ്റെ പേരിലോ തന്നെ മൊയ്തീൻ ഷേഖിൻ്റെ പേരിലോ തന്നെ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്താകും? നമ്മുടെ റൂഹും അവരുടെ റൂഹൊക്കെ എന്താകും? ഒരുമിച്ച് കൂടും. എന്നിട്ട് നമ്മൾ സംസാരിക്കും. അതാണ് ഞാൻ ഇന്നലെ വാപ്പാനെ സ്വപ്നം കണ്ടു എന്ന് ചില ആൾക്കാർ പറയും. എൻ്റെ അമ്മാനെ കണ്ടെങ്കിൽ അങ്ങനെ യാസീനെ ഓതിയിട്ട് അങ്ങനെ ഉറങ്ങി. അല്ലാതെ നെഞ്ഞത്ത് മൊബൈൽ ഫോണും വെച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ എന്താകാണ് ഇങ്ങനെ കടന്ന സമയത്ത് എന്തായി? ബ്രസീലാണ് തോറ്റു. നേരം വിളിക്കുമ്പോൾ മാനസിക രോഗമാണ്, ഭ്രാന്താണ് തന്നെ. കരച്ചിൽ. റൊണാൾഡോ തോറ്റപ്പോൾ കരച്ചിൽ. അർജൻറ്റീന ആദ്യം തോറ്റപ്പോൾ കരച്ചിൽ. തല്ലും പിടി ചവിട്ടും കുത്തും. അങ്ങനെ മഹാന്മാരുടെ ഇവരെ കട്ടൗട്ട് വെച്ച ഞാൻ വിഷയം മാറിപ്പോകാം. കട്ടൗട്ട് വെച്ച എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഇത്തരം ലക്ഷങ്ങളാണ് ചിലവാക്കിയത്. എന്നാൽ ഇപ്പം നമ്മളെ നാട്ടിൽ ഏതെങ്കിലും MLA-ൻ്റെയോ MP-യുടെയോ മന്ത്രിയുടെയോ കട്ടൗട്ട് ആലത്തൂരിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ എൻ്റെ ഒരു ഇത് പാര വെച്ചത്? അതിന്ന കുട്ടികളെ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? എന്തെങ്കിലും എന്താകും? ക്ലബ്ബാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു കലക്ഷൻ കിട്ടും. ഇവരിവിടെ വരുമോ? ഇവർ വന്നാൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ? ദുന്യവിയായ വല്ല നേട്ടങ്ങളുണ്ടോ? മശായിഖൻ മഹാന്മാരുമായിട്ട് ബന്ധപ്പെടുമ്പോഴുള്ള നേട്ടം എന്താണ്?
യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനം ലഭിച്ച ശരീരമേ, ഇർജിഇ, നീ മടങ്ങിക്കോ, ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്, റാളിയത്തൻ മർളിയ, തൃപ്തിപ്പെട്ട നിലയിൽ. അന്യോന്യം പടച്ചോനും ഇഷ്ടമാണ്, അനക്കും ഇഷ്ടമാണ്. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചോ. അതാ എൻ്റെ അടിമകൾ അവിടെ ഉണ്ട്, ഇല്ലേ ഇജാണ്ട് പോയിക്കോ. അപ്പോൾ അവിടെ ഉണ്ടാകും നല്ല മനുഷ്യന്മാരോടൊപ്പം എന്താകും, അവരോട് കണക്ഷൻ ആകാൻ വിഷാകാം. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് അത് നമുക്ക് നാളെ പരലോക വിജയത്തിന് കാരണമാണ്. മാത്രവുമല്ല, നമ്മുടെ ദുനിയാവും ആഖിറവും ഒക്കെ വിശാലമാകാനുള്ള സൗഭാഗ്യവും കാരണവും കൂടിയാണ്. അതുകൊണ്ട് മശായിഖന്മാരുടെ സ്മരണകൾ ഉണ്ടാകണം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉദ്കുറു മഹാസന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ നന്മകൾ, ഗുണഗണങ്ങൾ നിങ്ങൾ പറയണം. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ. മുങ്കർ നക്കീറാണ് നമുക്ക് സ്വർഗ്ഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാം. നമ്മൾ സ്വർഗത്തിലേക്ക് എങ്ങനെ പോകാൻ? നിങ്ങൾ മണവാട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവരെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുക. ശഫീഉനാ റസൂലുള്ളാഹി. അവൻ്റെ ഖബറിൻ്റെ അടുത്ത് മാലാകമാരുടെ സാന്നിധ്യമുണ്ടാകും നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ശംസുൽ ഉലമ തങ്ങൾ പറഞ്ഞത്, വരക്കൽ മക്കാമിൻ്റെ അവിടെ ഖബറടക്കണം, കാരണം തങ്ങന്മാരെ ഖബർ ചോട്ടിൽ അങ്ങനെ. അപ്പോൾ അഹ്ലു ബൈത്തിനെ, പാണക്കാട് കുടുംബത്തൊക്കെ ഉണ്ടല്ലോ, എന്തൊരു ബഹുമാനം ആദരവാണ് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നത്. മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വഫാത്തായി. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി തങ്ങൾ വരും, ശിഹാബ് വരും, വന്നില്ല, ബ്ലോക്കിൽ പെട്ടു. ഇനി നിസ്കരിച്ചാൽ മതി, നിന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് ശബ്ദം, ശിഹാബ് തങ്ങൾ എത്തിയിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമായി തങ്ങൾ മുന്നിൽ നിസ്കരിക്കാൻ നേതൃത്വം നൽകേണ്ട ശംസുൽ ഉലമായി പിന്നിലേക്ക് മാറി തങ്ങളെ നിങ്ങളെ നിൽക്കണം. അത് അഹ്ലു ബൈത്തിനുള്ള മഹബത്ത്. ഹൈദരലി തങ്ങൾ പാപ്പ പട്ടിക്കാട്ട് കോളേജിൽ നിന്ന് കുളി കഴിഞ്ഞ് തോർത്തുമുണ്ടും പുതച്ച് വരുമ്പോൾ ശംസുൽ ഉലമ എഴുന്നേറ്റ് നിൽക്കുകയാണ്. തങ്ങളെങ്ങളാ സോപ്പൊന്ന് തരുമോ, എനിക്കൊന്ന് തേച്ച് കുളിക്കാൻ. ഹാജർ വിളിക്കുമ്പോൾ എല്ലാവരുടെ പേരും മുഹമ്മദ് കുഞ്ഞിപ്പോക്കര് ഇതൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അങ്ങനെ വിളിക്കുക. എല്ലാ പീരീഡിലും ഹാജറുണ്ടാവും. അപ്പോൾ തങ്ങളെ വിളിക്കുമ്പോൾ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അങ്ങനെ വിളി. പോലും കട്ടിൽ വാങ്ങി ഹൈദർ അലി തങ്ങൾക്ക് കട്ടിലേ 2 കൊല്ലം അവിടെ പഠിക്കുമ്പോൾ ആ കട്ടിൽ കിടന്നില്ല. എല്ലാവരും നിലത്താണ് കിടക്കണം, കട്ടിലൊന്നുമില്ല അന്തസ്. ഹൈദർ അലി തങ്ങൾക്ക് കട്ടിൽ. ഇവർക്കൊന്നും പാണ്ടെങ്കിൽ ഇതിനാ എനിക്ക്. ഉമർ അലി തങ്ങൾക്ക് സ്പെഷ്യൽ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, കുട്ടികളും ഇതൊന്നുമില്ല. അതന്നെ പോക്കോയത്തങ്ങളുടെ മക്കളൊക്കെ ഓത്തുപള്ളിയിൽ പോയി, അതുപോലെ തന്നെ ദർസിൽ പോയി, ചെലവിൽ പോയി പഠിച്ച് വളർന്ന് അങ്ങനെ മക്കളെ SKSF എന്ന ഈ പ്രസ്ഥാനം ശക്തി ആർജിച്ചത് പാണക്കാട് കുടുംബത്തിലെ കണ്ണിലുണ്ണികളുടെ കൂടെ മാത്രമാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങളും യുവജനങ്ങളുടെ ഉമ്മത്തിൻ്റെ കാവൽക്കാരായപ്പോൾ ഇവിടെ ചരിത്ര സംഭവങ്ങളുണ്ടായി, വാദീനൂറുണ്ടായി. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നേതൃത്വം നൽകിയത്, ഒരു ജനകീയ പ്രസ്ഥാനമാക്കിയത്. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യത്തോടുകൂടെ IAS ഓഫീസർമാരെ സൃഷ്ടിച്ചത്. ഇന്ത്യയിലെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇല്ലാത്ത മനോഹരമായ ആസ്ഥാന മന്ദിരം സൃഷ്ടിച്ചത്. നമ്മുടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അതുല്യമായ വിപ്ലവത്തിന്, വിദ്യാഭ്യാസ വിപ്ലവത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകിയത് പൂക്കോയത്തങ്ങളുടെ മക്കളാണ്. അവർക്ക് വേണമെങ്കിൽ MP-മാരാകാമായിരുന്നു, അവർക്ക് വേണമെങ്കിൽ മന്ത്രിമാരാകാമായിരുന്നു, അവർക്ക് വേണമെങ്കിൽ അംബാസഡർമാരാകാമായിരുന്നു. പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഒരു ചൊവ്വാഴ്ച ദിവസം പാണക്കാട്ടേക്ക് പോയാൽ നിങ്ങൾക്ക്
മക്കളെ, നിങ്ങൾക്ക് മക്കളെ ഒന്ന് കാണണമെങ്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും. കഴിഞ്ഞ ചൊവ്വാഴ്ച പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് 10 മണിക്ക് ചെന്നിട്ട് ഒന്ന് കാണാൻ കഴിഞ്ഞത് 2 മണിയായി. അത്രയും അത്രയും തിരക്കാണത്. ജനങ്ങൾ അവിടെയാണ്. ബഹുമാനപ്പെട്ട സമസ്തകാല ജംഇയ്യത്തുൽ ഉലമ മുൻഗാമികളും പിൻഗാമികളും ഒന്നിച്ച്, ഉമറാവും ഉലമാവും ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ശക്തി പകരുന്നവരായി നാം മാറണം. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങൾ നമ്മെ നയിക്കുന്നു. മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് നമ്മെ നയിക്കുന്നു. കൊയ്യോട് ഉസ്താദ് നമ്മെ നയിക്കുന്നു. അവരോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ മുഷാവറ മെമ്പർമാർക്കും ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അതുപോലെ അഖിലു ബൈത്തിന്റെ കൂടെ ഈ ഉമ്മത്തിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് ഉമ്മത്തിന് നഷ്ടപ്പെട്ടത് കാവൽക്കാരനെ എന്നാണ്. കാവൽക്കാരനെ നമുക്ക് കാവൽ നിൽക്കുന്ന കാവൽക്കാരാണ് പോക്കോയ തങ്ങളുടെ മക്കൾ എന്നതിലേക്കുള്ള സൂചന തന്നിട്ടാണ് സൈനുൽ ഉലമ ഉസ്താദ് നമ്മെ വിട പറഞ്ഞത്. അതുകൊണ്ട് ഒന്നായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നാം തയ്യാറാകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഫാത്തിഹ ഓർക്കണ്ടേ? ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഇരിക്കട്ടെ, വായിച്ചോളൂ. വായിക്കണ്ടോ? പറഞ്ഞു, എല്ലാവരും പേര് പറഞ്ഞു. ഒന്ന് പറയും, നിങ്ങൾ പറയും, ഞാൻ വാങ്ങിക്കോളാം. കുഞ്ഞിവിലാല എന്ന് പറയുന്ന ഒരു സഹോദരി, അടുത്ത് പ്രധാനപ്പെട്ട സഹോദരിയാണ്. പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗിയായ സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടേക്ക് ധാരാളം ആളുകൾ പല ഉദ്ദേശങ്ങളും വെച്ച് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകൾ പല ആളുകളുണ്ട്. ആരുടെ പേര് പ്രത്യേകം പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും. നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ സംഘാടകർക്ക് ഇതിൻ്റെ നടത്തിപ്പിന് ആവശ്യമായ ചെലവിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സംഖ്യ നിങ്ങൾ എല്ലാവരും ഉസ്താദിനെ ഏൽപ്പിച്ച് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഉസ്താദിൻ്റെ കയ്യിൽ മുസാഫാത്ത് ചെയ്ത് നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ صلى الله على محمد صلى الله عليه وسلم 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 الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك
نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس والقدر الدليل فعلم أنه لا إله إلا الله 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 ഒരുപാട് പേര് മക്കളും അറിവുള്ളവരും അറിയാത്തവരൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹാരഥന്മാർ ഉസ്താദുമാർ മുശായിഖന്മാർ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജിഫ്രീത്തുകൾ ലോകത്തിലാണ്. ദീർഘായുസ്സും ഷിഫയ്ക്ക് വേണ്ടി അല്ലാഹു സലാമത്തും ഷിഫയും ആഫിയത്തും നൽകട്ടെ. الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنجل به العقد وتنفرج به الكرب وتقضى به النوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل أمة ونفس بعدد كل معلوم لك يا الله نمرودي الذي സ്വീകരിക്കണമേ. ഫാത്തിഹ ഖിലാസ് മുഹബ്ബത്തൈ തഹ്ലീലിനെ ഖബൂലാക്കണമേ. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ തവാബിനെ എത്തിക്കണമേ. അംബിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ സ്വാലിഹീങ്ങളിലേക്ക് എത്തിക്കണേ റബ്ബേ. അവരുടെ ദറജകൾ നീ ഉയർത്തണേ റബ്ബേ. അവരുടെ ബറക്കത്ത് കൊണ്ട് രണ്ട് വീട്ടിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഇവിടെയുള്ള ഈ മഹല്ലിനും മദ്രസക്കും നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ, ഇതിന്റെ മുഖ്യ സംഘാടകരായ SKSSF-ന്റെ പ്രവർത്തകന്മാർ, ഇവർക്ക് നിർദ്ദേശോപദേശങ്ങൾ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഷാഫി ഉസ്താദ് അടക്കമുള്ള ഷാഫി മാഷ് അടക്കമുള്ള ഇവിടുത്തെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ മാതാപിതാക്കൾ, പടച്ചവരെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, കഴിക്കുന്ന മരുന്നുകളൊക്കെ ഫലപ്രദമാക്കി കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മറ്റു മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്, എല്ലാ ആഴ്ചകളിലും ഡയാലിസിസ് 2-3 തവണ ചെയ്യുന്നവരുണ്ട്, പടച്ചവനെ നടക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്, കൈകാലുകൾ ഉയർത്താനും താഴ്ത്താനും ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഒട്ടുവേദന കൊണ്ട് നിസ്കരിക്കാൻ പാടുപെടുന്നവരുണ്ട്, സുജൂദ് ചെയ്യാൻ വേണ്ടി പ്രയാസപ്പെട്ട് കസാലകളെ ആശ്രയിക്കുന്നവരുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ സുജൂദിനും ഞങ്ങളുടെ തഹിയ്യാത്തിനും ഞങ്ങളുടെ ഫർളും സുന്നത്തുമായ കാര്യങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന ഒരു രോഗവും നൽകല്ല റബ്ബേ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. കണ്ണുകൾക്ക്, കാതുകൾക്ക്, ശരീരത്തിന് നീ സുഖം നൽകണേ അല്ലാഹ്. ഇന്നലെയും ഇന്നുമായി ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കെല്ലാം ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ നാട്ടിലുള്ള കച്ചവടക്കാർ, വിദേശത്ത് തൊഴിലെടുക്കുന്നവർ, കൂലിപ്പ
اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين بفضل صلى الله عليه